ഗജാനനം ഭൂതഗണാതിസേവിതം കബീത്വജംബുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ജയ ജയ പാർവതി നന്ദസൂനോ ജയ 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 പാർവതി നന്ദസൂനോ ജയ 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 പാർവതി നന്ദസൂനോ ജയ 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 വിജയ വിനായകനേ വിദ്യാവാരിധി ബുദ്ധിവിനാഥ പഴവങ്ങാടി ഗണപതയേ ജയ ജയ പാർവതി നന്ദസൂനോ ജയ ജയ വിജയ വിനായകനേ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കൈയിൽ കാഞ്ചനോടെ കുഴലുമത പിടിച്ചൂതി മന്ദം തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ തൻ കാരുണ്യേന നിത്യം മമ ഹൃദി കളിയാടിടുവാൻ കൃഷ്ണ കൈതൊഴുന്നേൻ കൃഷ്ണ കൈതൊഴുന്നേൻ. സംഭൂജരായ സജ്ജനങ്ങളെ, ഗുരുവായൂരപ്പൻ്റെയും പെരുന്തട്ട ദേവരുടെയും ചൈതന്യം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഈ പുണ്യഭൂമിയിൽ ഈയുള്ളവനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പനായിരുന്നു എൻ്റെ ഗുരു. ഗുരുവായൂരപ്പനാണ് എന്നെ ഇതിലേക്ക് ചാടിച്ചത്. ആദ്യം ഗുരുവായൂരപ്പൻ്റെ രക്ഷകനായി മാറി, പിന്നെ ഗുരുവായൂരപ്പൻ്റെ പ്രചാരകനായിട്ട് മാറി. ആനന്ദം എന്ന് പറയുന്നത് അത് ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നു എന്ന് പറയാൻ പറ്റും. ഇങ്ങനൊരു അവസരം ഒരുക്കിയതിന്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഒരു ഡയറക്ഷൻ വഴി സത്രവേദിയിൽ ഈയുള്ളവന് ഒരു പ്രഭാഷണം നടത്തുമെന്ന് ഗുരുവായൂരപ്പനും പെരുന്തട്ട ദേവരും വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ, അല്ലാണ്ട് ഒന്നും നടക്കില്ല. ഇന്ന് നമുക്കിവിടെ ചിന്തനത്തിന് വെച്ചിട്ടുള്ള വിഷയം
ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം ഭീഷ്മപർവത്തിലെ 18 അധ്യായങ്ങളിൽ ഇത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ 3 സെക്ഷനാക്കിയിട്ട് തന്നെ നമുക്ക് തിരിക്കാം. ആദ്യം വന്നു ഫസ്റ്റിൽ കർമ്മയോഗം 3 സെക്ഷനായിട്ട് നമുക്ക് തിരിച്ചാൽ മതി. പിന്നെ അതിന് ഡിവിഷൻ കൊടുത്തതാണ് കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം. അതിലെ കർമ്മയോഗത്തെക്കുറിച്ചാണ് ഇവിടെ ഉദ്ധരിക്കാൻ ചിന്തനത്തിന് വെച്ചിട്ടുള്ള വിഷയം. ഇന്ന് ആധ്യാത്മിക തലത്തിൽ ഇറങ്ങുന്നവർക്കെല്ലാം തന്നെ ആദ്യമായി കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ നിത്യജീവിതത്തിൽ രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഓഫീസിലെ വർക്ക് ചെയ്യണം, പ്രാർത്ഥന വേണം. ഇങ്ങനൊരു കാലഘട്ടമാണല്ലോ. ഇതിലേതാ നമ്മൾ മാറ്റിയേക്കാൻ സമയമില്ലെങ്കിൽ? ബ്രേക്ക്ഫാസ്റ്റ് മാറ്റിയേക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഈ ആധ്യാത്മിക ലോകത്തിൽ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇതൊരു എക്സ്ക്യൂസിനുള്ള വിഷയമല്ല. ആ ലെവലിൽ എത്തണമെങ്കിൽ ഒന്നാമതായിട്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വേണമെന്നാണ് പറയുന്നത്. അപ്പൊ ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ നമ്മൾ റിയലൈസ് ചെയ്യണം, തിരിച്ചറിയാൻ വേണം എന്നാണ് പറയുന്നത്. ഭഗവാൻ അർജുനനുമായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ വെച്ചാലും സത്യത്തിൽ അർജുനോടൊന്നല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് തന്നെയാണ്. സംശയമില്ലാത്ത കാര്യം. ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ കലിയുഗത്തിലെ 4 യുഗങ്ങളാണ്. ആദ്യം സത്യയുഗം. സത്യയുഗത്തിലെ നന്മ തിന്മകള് 2 ഗ്രഹങ്ങളിലാണ്. അത് കഴിഞ്ഞു ത്രേതായുഗം വന്നു. ത്രേതായുഗത്തില് നന്മ തിന്മകള് 2 രാജ്യങ്ങളിലാണ്. നന്മ കിടക്കുന്നത് ഭാരതത്തിൽ, തിന്മ കിടക്കുന്നത് രാവണന്റെ ലങ്കയിലും. ത്രേതായുഗം കഴിഞ്ഞു ദ്വാപരയുഗം വന്നു. ഭഗവാന്റെ നന്മ കിടക്കുന്നത് പാണ്ഡവപക്ഷത്ത്, അതായത് 2 കുടുംബത്തിലാണ്, ഗൗരപക്ഷത്ത്. അത് കഴിഞ്ഞ് കലിയുഗം വന്നു. കലിയുഗത്തിൽ നന്മ തിന്മകൾ 2 നമ്മുടെ ഉള്ളിലാണ്, 2ഉം നമ്മുടെ ഉള്ളിലാണ്. അതുകൊണ്ടാണല്ലോ രാവിലെ വളരെ ആരെങ്കിലും കണ്ടാൽ നമസ്തേ എന്നൊക്കെ പറയും. വൈകുന്നേരം ഈ കോലത്തിൽ തന്നെയാ വരുന്ന. ആരോട് ചോദിക്കണം? വീട്ടുകാരോട് ചോദിക്കണം. അതാണ് ഈ ഇന്നത്തെ സ്ഥിതി. അപ്പോൾ ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് മനുഷ്യമൂല്യങ്ങളെ വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു സൈക്കോളജിക്കൽ മെന്റൽ ഡെവലപ്പിംഗ് ബുക്ക് തന്നെയാണ്. മനുഷ്യമൂല്യങ്ങളെ ജനങ്ങളുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സൈക്കോളജിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞു. വിഷയമൊന്നുമില്ല. എത്രയോ മഹാന്മാര് ഇപ്പോ ഈ ഭഗവത്ഗീത ബേസ് ആയിക്കൊണ്ട് പറഞ്ഞു. പറയും ഐൻസ്റ്റീൻ പറഞ്ഞില്ലേ, വളരെ മുമ്പ് തന്നെ ഞാൻ ഈ ഭഗവത്ഗീത പഠിക്കാത്തത് കഷ്ടമായി പോയി പറഞ്ഞു. ഇന്ന് നാം ചിന്തിക്കേണ്ടല്ലോ, ഇവിടെ സയൻസ് പറയും ഐസക് ന്യൂട്ടന്റെ തിയറി അല്ലെങ്കിൽ ക്വാണ്ടം തിയറി ഓഫ് ഫിസിക്സ്. ഏത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഏത് സിദ്ധാന്തം എടുത്താലും ശരി നമുക്ക് വിശ്വാസം. കാരണം എന്താ? പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് തന്നിട്ട് ഈ ഉപ്പിന്റെ രസമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ഇല്ലേ? എന്തുകൊണ്ടാണ്? നിങ്ങൾ പരീക്ഷണം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല. എന്ന മാതിരിയാണ് ഇവിടെ ഐൻസ്റ്റീനായാലും ഐസക് ന്യൂട്ടൻ ആണെങ്കിലും എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഈ ഓരോ സിദ്ധാന്തം കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞതേ ഉള്ളൂ. ഈ സിദ്ധാന്തം നമ്മൾ ആരെങ്കിലും ലബോറട്ടറിയിൽ പരീക്ഷണം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല. അവർ ഉന്നതര് പറഞ്ഞപ്പോ ആ തിയറി വിശ്വസിക്കുന്നു. അതിലും വലിയ ഉന്നതനാര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ.
ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞിട്ടുള്ള ആ കാര്യം നമ്മൾ വിശ്വസിച്ച പിന്നെ സയൻസ് എവിടെ പോയി? ആലോചിച്ച് നോക്കൂ. ഈ ഭഗവത്ഗീത നിത്യജീവിതത്തിൽ തളരാതെ പതറാതെ മുന്നേറാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതില് നാം ചിന്തിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അതായത് ഈ മനുഷ്യൻ മൂല്യങ്ങളെ പഠിപ്പിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് ബുക്ക് തന്നെയാണ്, തർക്കല്യ. ഇത് പറഞ്ഞപ്പോഴാണ് ഈ ഭഗവാൻ ഈ സമുദ്രജലം നോക്കിണ്ടോ, ഉപ്പ് നിറഞ്ഞിരിക്കുക അല്ലേ? സമുദ്രജലം ഉപ്പ് നിറഞ്ഞിരിക്കുക. സത്യത്തിൽ 1% ശുദ്ധജലേ നമുക്കിവിടെ ഉള്ളൂ. എന്തിനാണ് ഈ ഭഗവാൻ ഈ സമുദ്രത്തിലൊക്കെ കടലിലൊക്കെ ഉപ്പ് കലർത്താൻ കാരണം? എന്തിനാണ്? അത് നാം ചിന്തിക്കേണ്ടതാണ്. ഭഗവാൻ മുൻകൂട്ടി കാണുക. 2 ഗ്ലാസ് എടുക്കുക. ഒന്നില് നമ്മുടെ വെള്ളം എടുക്കുക, സാധാരണ വെള്ളം. ഒന്നിൽ ഉപ്പ് വെള്ളം എടുക്കുക. 3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ കിണറുന്നോ കുളത്തിനോടനയിൽ പുഴുകളെ കാണാൻ കഴിയും. ഉപ്പ് വെള്ളത്തിൽ ഇത് കാണില്ല. അപ്പൊ ഭഗവാൻ എല്ലാം മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ തലമുറ വിശ്വസിക്കാൻ കൂട്ടാക്കണില്ല എന്നുള്ളതാണ്. കാരണം എന്താ? നമ്മൾ എവിടെയായാലും ശരി, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ലക്ഷ്യം ഉണ്ടാവണം. ഭഗവത്ഗീതയിലെ നമുക്ക് എന്നിട്ട് ശ്ലോകം എന്തായാലും നമുക്ക് തുടങ്ങാം. അതായത് തുടക്കം തന്നെ എങ്ങനെയാണല്ലോ, പടക്കളത്തിൽ മനം മടക്കി നിൽക്കുന്ന അങ്ങനെയാണല്ലോ, സേനയോർ മധ്യേ രഥം സ്ഥാപിത അച്യുത, സേനയോർ മധ്യേ രഥം സ്ഥാപിത അച്യുത. ഹേ അച്യുത, 2 കൂട്ടരുടെയും മധ്യത്തിൽ രഥം നിർത്തൂ. ഞാനൊന്ന് നോക്കട്ടെ, എന്നോട് യുദ്ധം ചെയ്യാൻ ആരാണ് വരുന്നത്? കൃഷ്ണൻ ഡ്രൈവറാണല്ലോ. കൃഷ്ണൻ ഡ്രൈവർ നേരെ അങ്ങോട്ട് കൊണ്ട് 2 കൂട്ടി നിർത്തി. അതിൽ കൃഷ്ണനൊന്ന് തോണ്ടി, അർജുന നോക്ക, നിന്നോട് യുദ്ധം ചെയ്യാൻ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? അർജുനാസ് ഹാർട്ട് സാങ്ക്. അർജുനൻ ദുഃഖത്തിലാണ്. അതിലാണ് പറഞ്ഞത്, ഭഗവാനെ കയ്യിൽ കാലൊക്കെ തളരുന്നു, എന്നെ കൊണ്ട് കൂട്ടിയാ പറ്റില്ല. അതിൽ ഭഗവാൻ, അർജുന ഡു യുവർ ഡ്യൂട്ടി, നീ നിന്റെ കടമ നിർവഹിക്കണം. നിന്റെ ധർമ്മം, കുലധർമ്മം നീ മറക്കരുത്. അപ്പൊ ആലോചിച്ചു നോക്കൂ, മനസ്സ് കലങ്ങി മറിഞ്ഞിട്ടുള്ള ആ അർജുനനെ ബാലൻസ് ചെയ്തുകൊണ്ട്, അർജുനൻ രജോ ഗുണാണ്, ആ രജോ ഗുണത്തെ ഉയർത്തി ആ മനസ്സിനെ പാകപ്പെടുത്തിയത് ഭഗവാൻ. നമ്മുടെ കലിയുഗത്തിൽ ജീവിക്കുന്ന നാം ചിന്തിക്കേണ്ടത് ഈ മനസ്സ് പറഞ്ഞ ഒരു ഇറ്റ്സ് എ ബോട്ട്, ഒരു ബോട്ട്, ഒരു പ്ലവം തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൽ ഉപരി അല്ലെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിട്ട് നമുക്ക് പറയുകയാണെങ്കിലോ, മനസ്സൊരു പെട്ടിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. മനസ്സൊരു പെട്ടി. ഈ പെട്ടിക്ക് 5 വാതില: കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇനി ഞാനൊരു സംശയം ചോദിക്കട്ടെ. പല ആൾക്കാരും അമ്മമാരൊക്കെ പറയാറ്, ഓ ഇവൻ എവിടെ ചില നല്ല നല്ല വർത്താനം പറയും ചില വീട്ടിലെ കുട്ടികളെ. അപ്പൊ അമ്മ പറഞ്ഞ എവിടെന്നാ നീ പഠിച്ചേ ചോദിക്കും ഇല്ലേ? സംശയമല്ലോ, ഇത് എവിടത്തെ നീ പഠിച്ചേ ചോദിക്കും. ഒരു സംശയം ചോദിക്കട്ടെ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താലല്ലേ കാശെടുക്കാൻ പറ്റും അല്ലേ? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താലല്ലേ കാശെടുക്കാൻ പറ്റും. അമ്മയുടെ ഗർഭം ഭഗവാൻ തീരുമാനിച്ചു, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോ അത് ഏറ്റവും സുരക്ഷിത സ്ഥാനം എന്ന് മനസ്സിലാക്കിയിട്ടാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ജന്മം കൊടുക്കുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ജന്മം കൊടുക്കുമ്പോൾ കുട്ടിയുടെ മനസ്സൊരു പെട്ടിയാണ് വെച്ചോളൂ, അത് കാലിപ്പെട്ടിയാ. ഈ പെട്ടിയിൽ വലുതും ഡെപ്പോസിറ്റ് ചെയ്താലേ എടുക്കാൻ പറ്റൂ. എന്ന് തുടങ്ങും ഡെപ്പോസിറ്റ്? 3-ാം മാസം. അമ്മ ഗർഭമുണ്ടായിരിക്കുമ്പോ 3-ാം മാസം മുതൽ അമ്മയുടെ ചലനങ്ങള്, അമ്മ പറയുന്നത്, അമ്മ കാണുന്നത്, അമ്മ സ്പർശിക്കുന്നത്, അമ്മ കേൾക്കുന്നത്, ഇതെല്ലാം
ഈ കുട്ടി മനസ്സിലാക്കുന്നതാണ് പറയുന്നത്. ഓരോ മൂമെന്റിലും അത് കാണാമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കുട്ടി അമ്മ വൈകുന്നേരം നല്ല ഇടിപ്പടോ സിനിമയൊക്കെ കാണും. അപ്പോൾ ഒരു ഇടിയെ കിട്ടിയല്ലോ ഔ പറയും. ഉറപ്പിക്കാൻ കുട്ടിക്ക് ആസ്മാ, സംശയമൊന്നുമില്ല. പൊക്കിൽക്കൊടി എന്ന് പറയുന്ന ഒരു ട്യൂബിന്റെ ഡിഫറൻസേ ഉള്ളൂ ഗർഭപാത്രം വയറും. ഭാഗവതം വ്യക്തമായിട്ട് പറയേണ്ട ഭക്ഷണം കഴിക്കേണ്ടത് തന്നെ വൈകുന്നേരം നല്ല മുളക് ബജ്ജി എരു ഇതൊക്കെയാണ് കഴിച്ചാൽ അതൊക്കെ കുട്ടിയുടെ തലയിൽ കൂടെ അഭിഷേകമായിട്ട് അങ്ങോട്ട് വരും. കുട്ടി കിടന്നിളകും. ഒരു ഉള്ളി അവിടെ അരിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറയും. അപ്പോൾ എല്ലാ പുരാണങ്ങളും നമ്മുടെ ജീവിതത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നാം ചിന്തിക്കേണ്ടത് ഈ മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് അർജുനനെ, അതേ ഇത് വീണയുടെ കമ്പിമാരിയാണ് മനസ്സേ, വീണയുടെ കമ്പിമാരിയ. നല്ല മുറുക്കിയാലോ അത് പൊട്ടും, മുറുക്കിയില്ലെങ്കിലോ സൗണ്ട് വരില്ല. അപ്പൊ അങ്ങനെ അർജുനന്റെ മനസ്സിനെ മുറുക്കിങ്ങനെ ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുവരികയാണ് ചെയ്യണത്. എളുപ്പമല്ല. അതിലും രസം എന്താണെങ്കിൽ ഭഗവാൻ തുടക്കത്തിൽ അർജുന വിഷാദയോഗത്തിലാണ് വന്നേ, അത് കഴിഞ്ഞിട്ടാണല്ലോ സാഖ്യത്തിലേക്ക് കടന്നത്. അപ്പോൾ ആദ്യത്തിൽ അർജുനൻ കണ്ടമാനം സംസാരിച്ചായിരുന്നു ഇല്ലേ? അവസാനം നമ്മളേക്കും അർജുനനെ കുറഞ്ഞു വന്നിറങ്ങി. അതായത് അർജുനനെ ആദ്യം തന്നെ ഭഗവാൻ സ്വീകരിച്ചില്ല, ശിഷ്യനായിട്ട് സ്വീകരിച്ചില്ല. ഈ ഗുരുനാഥന് ശിഷ്യനെക്കുറിച്ചും ശിഷ്യന് ഈ ഗുരുനാഥനെ കുറിച്ചും ഒരു ബോധം വന്നാലേ അവിടെ ഗുരു ശിഷ്യ ബന്ധം വരൂ. അപ്പോ ഈ കർമ്മയോഗത്തിന് മുമ്പ് തന്നെ ഭഗവാൻ ഇവിടെ ആദ്യം ജ്ഞാനയോഗം പറഞ്ഞു. അപ്പോൾ അവിടെ അർജുനൊരു ആശയം, അതായത് അർജുനോട് പറഞ്ഞു, അർജുന കർമ്മത്തേക്കാൾ മീതെയാണ് ജ്ഞാനം. അത് ഭഗവാൻ അർജുനോട് ആദ്യത്തിൽ പറഞ്ഞു, ഇതിലെ ജ്ഞാനയോഗത്തിൽ. എന്നിട്ട് വീണ്ടും ഭഗവാൻ പറയണം, എന്താ അറിയോ, അർജുന കർമ്മം തന്നെയാണ്, കർമ്മത്തിലൂടെ മാത്രമേ പറ്റൂ എന്നാണ്. അതായത് ജനന മരണാദി ദുഃഖങ്ങൾക്ക് കാരണമായ ആ ജ്ഞാനത്തെ മൂലത്തോടുകൂടി നശിപ്പിക്കുന്ന സർവേശ്വര, കർമ്മത്തേക്കാൾ ജ്ഞാനം തന്നെയാണ് ശ്രേഷ്ഠമെന്നാ ഭഗവാൻ പറഞ്ഞു. പക്ഷേ ആ ജ്ഞാനത്തിലെത്തണമെങ്കിൽ, ആ സന്യാസം അവിടെ എത്തണമെങ്കിൽ എന്ത് വേണം? കർമ്മത്തിലൂടെ പറ്റൂന്നാണ്. കർമ്മത്തിലൂടെ മാത്രമേ പറ്റൂ. അപ്പോൾ ജായസി ചേത് കർമ്മണസ്തേ മദാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരമാ നിയോജയസി കേശവ. നിത്യജീവിതത്തിൽ ഈ ജനന മരണാദി ദുഃഖങ്ങൾക്ക് കാരണമായ എല്ലാം ഭഗവാനാണ്. ഈ 14 ലോകവും സകല ചരാചരവും വേണ്ട എല്ലാം ചലിക്കണോ ചലിക്കണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ആരാ? ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പൊ അർജുനോട് പറഞ്ഞു, അർജുന നീ ഒരു കാര്യം ചെയ്യ്, 100% എന്നെ സമീപിച്ചു. എപ്പോഴും എൻ്റെ വിചാരം ഉണ്ടായിക്കോട്ടെ പറഞ്ഞു. ആരോട്? അർജുനോട്. എനിക്ക് സൗകര്യമല്ല പറഞ്ഞു അർജുന. അർജുന ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യുക അർജുന, 100% നീ എന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഭഗവാനെ എനിക്ക് പറ്റില്ല. അതെന്താ അർജുന നീ എങ്ങനെ പറഞ്ഞു? ഞാനേ വൃന്ദാവനത്തിലെ ഒരു കഥ കേട്ടിട്ടുണ്ടെന്ന്. അതെന്താ നീ വൃന്ദാവനത്തിൽ കേട്ടെ? പണ്ട് വൃന്ദാവനത്തിൽ എങ്ങനെ പോയി ആൾക്കാർക്ക് അറിയാം. എന്താ അവിടെ എല്ലാവരും രാധേശ്യം അല്ലേ, അവിടെ എല്ലാവരും കൃഷ്ണ കൃഷ്ണ. അവിടെ ഈ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കിണറിൽ വെള്ളം കോരിയാൽ എന്താ അറിയോ? തൊട്ടിയ അല്ലേ? അപ്പോൾ തൊട്ടി കയറ് വേറെ ഉണ്ടാവും. അപ്പോൾ ഒരു ഗോപശ്രീ 24 മണിക്കൂറും കൃഷ്ണ കൃഷ്ണ പറഞ്ഞിട്ട് ഒരു ദിവസം കുട്ടീനെയും ഒക്കത്ത് വെച്ച് പോയിട്ട്, കുട്ടീനെയും ഒക്കത്ത് വെച്ച് പോയി. എന്നിട്ട് ഈ കൃഷ്ണപ്രേമം കൂടി എന്തായി? ഈ തൊട്ടി കെട്ടേണ്ടി വരെ ആരെ കയറ്റി? കുട്ടിയെ കയറ്റി കയറ്റിലിട്ടു. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ലഹള. അതുകൊണ്ടേ എനിക്കത് പറ്റില്ല. എന്നാ അർജുന നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് വേണ്ടി എൻ്റെ ഒരു ജൂനിയർ അല്ലെങ്കിൽ മാനേജറായിട്ട് അങ്ങനെയാ പറയാം. ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ കമ്പനിയുടെ ഹെഡാരാ? ഭഗവാൻ ശ്രീകൃഷ്ണ. 33 മുക്കോടി ദേവന്മാരും ഏറ്റവും ബേസ്. അതിൻ്റെ മുകളിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, അതിൻ്റെ മുകളിൽ ദേവി, ലാസ്റ്റ് നാരായണൻ. അപ്പം നീ ഒരു കാര്യം ചെയ്യും,
എനിക്ക് വേണ്ടി, അതായത് എനിക്ക് വേണ്ടി ചെയ്യാം. അതായത് അങ്ങനെ മാനേജർക്ക് പറ്റില്ല. അർജുനൻ നിസ്സാരക്കാരനല്ല. അതെന്താ അർജുന നീ അങ്ങനെ പറഞ്ഞ്? ഞാനേ ഒരു കഥ കേട്ടിട്ടുണ്ട്. അതെന്താ? അങ്ങയുടെ മാനേജറല്ലേ ദേവേന്ദ്രൻ? അതെ. അങ്ങ് കമ്പനിയുടെ MD അല്ലേ? അതെ. അങ്ങൊരു 7 ദിവസം ലീവ് എടുത്തത് ഓർമ്മയുണ്ടോ? കൊട പിടിക്കാൻ ലീവ് എടുത്തുല്ലോ. എന്തേ കാരണം? അങ്ങ് ഇവിടുന്നൊക്കെ പോയിട്ട് 7 ദിവസം ഇല്ലേ, ഗോവർദ്ധനം ഇല്ലേ? എന്തേ കാരണം? അങ്ങയുടെ മാനേജർ അങ്ങേ പരീക്ഷിച്ചില്ലേ? ശരിയല്ലേ? അങ്ങയുടെ മാനേജർ അങ്ങേ പരീക്ഷിച്ചില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അതുകൊണ്ട് എനിക്കിത് പറ്റില്ല. അപ്പോൾ നാം ചിന്തിക്കേണ്ടത്, നിത്യജീവിതത്തിൽ ഈ അർജുനനെ നിർത്തിക്കൊണ്ട് കലിയുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് വ്യക്തമായിട്ട് ഭഗവാൻ ഓരോരോ കാര്യം പറഞ്ഞു തരികയാണ്. വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. അതിൽ തർക്കമില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ ഭഗവാനോ അർജുനോ നോക്കണ്ട, നമ്മളോട് തന്നെയാണിത് പറയണത്. അപ്പം അർജുനനെ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് കൊണ്ട് വരികയാണ്. അപ്പം അർജുനാണെങ്കിൽ ആകെ ആശയക്കുഴപ്പത്തിലായി. അതുണ്ടായത് ഭഗവാൻ ആദ്യം പറഞ്ഞു എന്താ? ജ്ഞാനയോഗം പറഞ്ഞു, നമ്മൾ കർമ്മയോഗം, ഇത് കഴിഞ്ഞിട്ട് ഭക്തി. അപ്പോൾ ഭഗവാനേക്ക് അതൊരു ആയിലാണ് പറഞ്ഞത്. അവിടെ എത്തണമെങ്കിലേ എന്ത് വേണം അറിയോ? ഈ ജ്ഞാനം ആ മോള് സന്യാസം തന്നെയാണ്. അതായത് സന്യാസം എന്ന് പറയുമ്പോൾ അവിടെ സത്വഗുണം ഫുള്ളായിട്ട് വരും. അതിൻ്റെ താഴെയാണ് ആര് നിൽക്കുന്നത്? അർജുനൻ നിൽക്കുന്നത്. അപ്പോൾ ഈ നമുക്കൊക്കെ പറ്റുന്ന പ്രശ്നം എന്താണെങ്കിൽ, ഈ 5 ഡോർ ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് തുടങ്ങാം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു മനസ്സിന് 5 ഡോറ് പറഞ്ഞു. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള ആ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ ശരിക്കും വിരക്തി തന്നെയാണ്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോവുക. ആത്മാനാം രഥിനാം വിദ്ധി ശരീരം രഥമേവതു. ആത്മാനാം രഥിനാം വിദ്ധി. ആത്മാവ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരീരം രഥമേവതു. നമ്മളൊരു വാഹനത്തിൻ്റെ ഉടമയെന്നാണ് പറഞ്ഞത്. എന്താ വാഹനത്തിൻ്റെ പേര്? ശരീരം. ഇനിയോ ഈ വാഹനം ഓട്ടിക്കണത് ആരാ ഓട്ടിക്കുന്നത്? 5 കുതിരകളാണ്. ഇന്ദ്രിയാണി ഹയാനാഹു. പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകൾ. അകലെ ഗീതോപദേശത്തിനുണ്ട് 5 കുതിരകൾ ഈ വാഹനം ഓടിക്കുന്നത്. ഈ കുതിര ലക്ഷ്യത്തിലെത്തണമെങ്കിൽ എന്ത് വേണം? അതിനെ കൺട്രോൾ ചെയ്യാൻ ആര് വേണം? ബുദ്ധി വേണം. ബുദ്ധിയും തൂസാരഥിം വിദ്ധി. ബുദ്ധിയാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ കടിഞ്ഞാണ് വേണ്ടേ? 5 കുതിരയും 5 വഴിക്ക് പോയാ ലക്ഷ്യത്തിലെത്തുവോ? എത്തൂല. ഒരു കുതിര മുമ്പിലേക്ക് പോയി, ഒന്ന് സൈഡിലേക്ക് പോയി, അപ്പോൾ ലക്ഷ്യത്തിലെത്തില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ എന്താ? ആത്യന്തിക ദുഃഖ നിവൃത്തി. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഈശ്വര സാക്ഷാത്കാരം. ഇത് പറഞ്ഞാലും മതി. ആത്യന്തിക ദുഃഖ നിവൃത്തി. അപ്പൊ ചോദിക്കട്ടെ, ദുഃഖം ഇല്ലാണ്ടാവുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. ദുഃഖം ഉണ്ടാവാനുള്ള കാരണം എന്താ? എന്തുകൊണ്ടാ ദുഃഖം ഉണ്ടാവണ? അനിത്യങ്ങളായവ നിത്യ അങ്ങോട്ട് തോന്നുക. അനിത്യങ്ങളായവ, ഈ കാണുന്നതൊക്കെ നിത്യാണെങ്ങോട്ട് നോക്കുക. ഇവിടെ ഒറ്റ കാര്യം ചിന്തിക്കണ്ടോ? ട്രെയിൻ പോകുമ്പോൾ ടണലിലൂടെ പോവുക അല്ലേ? എന്ന മാതിരിയല്ലേ ഈ ഷർട്ട് മാറ്റിയിടുന്ന മാതിരി തന്നെയല്ലേ ഓരോ ജന്മവും. അത് നമ്മൾ തിരിച്ചറിയണില്ല. അപ്പോൾ 5 കുതിരകളാണ് ഇത് നിയന്ത്രിക്കുന്നത് പറഞ്ഞു, ഓടിക്കുന്നത്. ഓട്ടക്കാരനാരാ? ബുദ്ധി. ആരാ? ബുദ്ധി. അപ്പൊ കടിഞ്ഞാണിടേണ്ടത് മനസ്സിനെയാണ്. കാരണം എന്താ? മനസ്സ് സങ്കല്പ
വികൽപ്പ, അതാണോ ഇതാണോ ഇതാണോ. അപ്പൊ മനസ്സിന്റെ മീതെയാണ് ആര്? ബുദ്ധി നിൽക്കുന്നത്. ഈ ബുദ്ധിയുടെ മീതെ ആരാ? പരമാത്മാവ്. അതന്നെയാ ഗീത. അതായത് നമ്മള് പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും ഉയർന്ന് മനസ്സിൽ നിന്നിട്ടാ നമ്മളെ കളിക്കണത്. ബുദ്ധിയിലേക്ക് ആരും എത്തണില്ല. ബുദ്ധിയും ആ പരമാത്മാവും തമ്മിലുള്ള ഒരു മറ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ കുതിര ഓട്ടിക്കുന്ന ആൾക്ക് ബോധമില്ലാച്ച വണ്ടി ലക്ഷ്യത്തിലെത്തും ഇല്ലേ? ബുദ്ധി എന്ത് വേണം? സ്ഥിരത വേണം. ബുദ്ധി സ്ഥിരമില്ലെങ്കിലോ വണ്ടി ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകളാണ് ശരീരമാകുന്ന ഈ രഥത്തെ കൊണ്ടുപോകുന്നത്. അതിനെ കടിഞ്ഞാട്, മനസ്സിനെ കടിഞ്ഞാണിട്ടുകൊണ്ട് ബുദ്ധിയാകുന്ന സാരഥി ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കാര്യം പറയുന്നത്. അപ്പോൾ നാം ചിന്തിക്കേണ്ടത്, ഏത് പുരാണം എടുത്താലും എല്ലാം എന്താണ്? ഹൗ ടു കൺട്രോൾ അവർ മൈൻഡ്, എങ്ങനെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാം. അപ്പോൾ ഏത് കഥ എടുത്താലും ഞാൻ പരമാവധി ശ്രമിക്കാറെന്താണെങ്കിൽ അതിനെ മൈൻഡിനോട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം. ഏത് കഥ എടുത്താലും. അപ്പോൾ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം നരസിംഹാവതാരം അവതരിപ്പിച്ചു അല്ലേ? അതായത് പ്രഹ്ലാദ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ഹിരണ്യകശിപു മനസ്സിൽ നിന്ന് പ്രഹ്ലാദ മനസ്സ്, ആ കഥയിൽ അങ്ങനെ വരിക. അപ്പോൾ ഓരോ കഥയിലും നമ്മൾ എന്ത് വേണം? നമ്മുടെ മനസ്സിനെ താരതമ്യം കൊടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈശ്വരനെ അറിയാം എന്നാണ് ഈ കർമ്മയോഗത്തിൽ ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെ ഈശ്വരനെ അറിയാൻ നിങ്ങൾക്കൊക്കെ തോന്നുന്നില്ലേ? ഭഗവാൻ കൃഷ്ണനെ കയ്യിൽ പിടിക്കണം തോന്നില്ലേ? ഇല്ലേ? ഭഗവാൻ കൃഷ്ണനെ കയ്യിൽ പിടിക്കണം തോന്നില്ലേ? അതൊരാനന്ദല്ലേ? ഇവിടെ അർജുനനോട് ഇങ്ങനെ പറഞ്ഞു വന്ന് അർജുനനെ ആ മനസ്സ് അങ്ങോട്ട് പാകപ്പെടുത്തി കൊണ്ടുവരികയാണ് ചെയ്ത് ഭഗവാൻ. ഓരോരോ ശ്ലോകങ്ങൾ പറഞ്ഞ് അർജുന അതെന്താ അങ്ങനെ ചോദിക്കും ഇഷ്ടം പോലെ. പിന്നെ അർജുനന് സംശയമില്ലാണ്ടേ. അപ്പൊ അർജുനനെ ശിഷ്യനായിട്ട് തെരഞ്ഞെടുത്ത് കർമ്മയോഗത്തിക്ക് ചാടുമുള്ളടിച്ചു. അതിന് കാരണമുണ്ട്. ഈ സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ഈ സന്യാസം എന്ന് പറയുമ്പോൾ ചിരി വരാറുണ്ടോ കേട്ടോ. ഇന്നിപ്പോൾ ഈ ദീക്ഷ എടുക്കാന്ന് കേട്ടു. ഈ ഞാൻ ഇന്നാളുടെ ദീക്ഷ എടുത്ത പിന്നെ ചില ആ സന്യാസ പദമൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള കാലഘട്ട. കാരണം എന്താ പറയുക, എനിക്ക് 150 ശിഷ്യന്മാരാ, എനിക്ക് ഒരൊറ്റ ശിഷ്യനേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മറ്റേ ശിഷ്യന്മാരല്ല, ഫാൻസ് അല്ലേ? ഇവിടെ ഗുരുനാഥനാരാ? ശ്രീകൃഷ്ണന്റെ ശിഷ്യനാരാ? അർജുനൻ. ഈ സന്യാസത്തിലേക്ക് എത്തുമ്പോൾ ആ ഗുരുനാഥനും ശിഷ്യനെന്ന് പറയുമ്പോൾ ഈ ഭക്തി ലത എന്നാ പറയാം. ഭക്തി എന്ന് പറയുന്ന ലത, ഭക്തി ലത എന്ന് പറയുമ്പോൾ ഭക്തിയുടെ വിത്ത് നമുക്ക് എങ്ങനെയാ കിട്ടണ അറിയോ? എങ്ങനെയാ കിട്ടണ? അത് ഗുരുനാഥൻ നമ്മളെ നല്ല പ്രവൃത്തി നമ്മളോട് ചെയ്യാൻ പറയും. ഈ പ്രവൃത്തി ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണന് വേറൊരു കാര്യമുണ്ടേ. ഈ രാമാനുജാചാര്യർ ഭാരതത്തിലെ പേര് കേട്ട ആചാര്യന. അദ്ദേഹത്തിന് 6 ഗുരുനാഥന്മാരുണ്ടായിരുന്നേ. ഈ 6 ഗുരുനാഥന്മാരിൽ ഒരാള്, പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, എളുപ്പമല്ല. ഒരു ഗുരുനാഥൻ ഈ ഭഗവാന് ഈ വെഞ്ചാമരം വീശുന്ന ആളായിരുന്നു. എന്താണ്? വെഞ്ചാമരം വീശുന്ന ആള്. അപ്പൊ ഭഗവാന് ഈ വെഞ്ചാമരം വീശുമ്പോ ഭഗവാനും ഈ ഠാക്കൂറും കൂടി ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ഭഗവാൻ ചോദിക്കും, നിന്റെ അപ്പുറത്തെ വീട്ടില്. അപ്പൊ ഇയാൾ പറയും, ഭഗവാനെ ഞാൻ വരുമ്പോഴേ എൻ്റെ 6ാമത്തെ വീട്ടിലാള്. ഠാക്കൂറെ എൻ്റെ കാര്യം ഒന്ന് പറയട്ടോ, എൻ്റെ കാര്യം എന്നിട്ട് പറ, നീ എൻ്റെ കാര്യം ഒന്ന് പറയും. അങ്ങനെ പറയാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം രാമാനുജാചാര്യൻ കൂടി ചെന്നു. രാമാനുജാചാര്യൻ കൂടി ചെന്ന വഴിക്ക് ഠാക്കൂർ ഓടിച്ചെന്നു. എന്താവോ ഓടിച്ചത്? ഭഗവാനോട് ഞാൻ പറയാം. എന്താ പറയണ്ടത്? നീ ഭഗവാനോട് ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. എന്താ? എനിക്കെന്ന് മോക്ഷം കിട്ടും, എനിക്ക് എന്ന് മോക്ഷം കിട്ടും. സന്തോഷമായി ചെന്നു. ഭഗവാനെ ഇങ്ങനെ രാമാനുജാചാര്യര് വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് എന്നാ മോക്ഷം കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സഞ്ചിത പാപം കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോ ഠാക്കൂറിനൊരു സംശയം, എനിക്കെന്നാ മോക്ഷം കിട്ടുക?
എന്ന് എനിക്കെന്ന മോക്ഷം. നിനക്ക് മോക്ഷം കിട്ടില്ല. എന്താ പറയുക? നിനക്ക് മോക്ഷം കിട്ടില്ല. എന്താണ്? എന്നെ സേവിച്ച കിട്ടില്ല, ഭക്തന്മാരെ സേവിക്കണം. അപ്പോൾ ഭക്തന്മാരുടെ ഭക്തന്മാർക്ക് വേണ്ടത് ചെയ്താൽ മാത്രമേ ഭഗവാൻ ഇഷ്ടപ്പെടൂ. നിങ്ങൾ ഭഗവാനെ നീ സ്വർണം കൊണ്ടല്ല എന്ത് ഗുരുവായൂരപ്പനെ ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. ഭക്തൻ്റെ കണ്ണീര് വീഴാണ്ട് നോക്കണം. ഗുരുവായൂരപ്പന് അതാഷ്ടം. അപ്പോൾ ഠാക്കൂർ ആരുടെ ഗുരുനാനായിരുന്നു? രാമാനുജാചാര്യ ഗുരുനാനായിരുന്നു. പിന്നെ ആധ്യാത്മിക ലോകത്തിൽ കിടക്കുന്ന ഏതൊരാൾ പ്രവേശിച്ചാലും അവർക്ക് 6 ശത്രുക്കളാണ്. എത്ര ശത്രുക്കളാണ്? 6 ശത്രു. ആരൊക്കെയാ? കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം. ഈ 6 ശത്രുക്കളാണ്. ഇതിൽ 5 ശത്രുക്കളെയും ഭഗവാൻ സ്വീകരിക്കട്ടോ. കേട്ടിട്ടുണ്ടോ? 5 ശത്രുക്കളെയും ഭഗവാൻ സ്വീകരിക്കും. ഒരു ശത്രുവിനെ മാത്രം ഭഗവാൻ സ്വീകരിക്കില്ല. ആരാ? മാത്സര്യം. അതിനാരാ ഉദാഹരണം? ശിശുപാലൻ. ആദ്യം നമുക്ക് കാമെടുക്കാം. ഈ അർജുനന്റെ മനസ്സിലുള്ള ആ അർജുനനെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ മാലിന്യങ്ങളെ മുഴുവൻ റൂട്ട് ഔട്ട് ചെയ്ത് വേരോടെ എടുത്തുകൊണ്ട് ജ്ഞാനമാകുന്ന ആ ലെവലിലേക്ക് എത്തിക്കാൻ ഇതൊക്കെ പോയേ പറ്റൂന്നാണ്. ഏതൊക്കെ പോകണം? കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം പോകണം എന്നാണ്. അതിനുള്ള കർമ്മയോഗം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പോണത് എന്താണ്? കാമം. ഈ കാമത്തെ ഭഗവാൻ സ്വീകരിക്കുന്ന പറഞ്ഞു. ശ്രീരംഗത്ത് പോയിണ്ടോ? ശ്രീരംഗം പോയ ആൾക്കാരുണ്ടോ? ഇല്ല, വേണ്ട. എവിടെ പോകുമ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ പണ്ട് ഇവിടെ ഉള്ളവരൊക്കെ പക്ക ഡീസൻ്റ് അല്ലേ? നമ്മൾ പോകുമ്പോൾ അവിടുത്തെ പ്രസാദോ ഇതൊന്നും അല്ല വേണ്ടത്. ഏത് ടെമ്പിളിൽ പോയാലും തീർത്ഥയാത്ര പോകുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം, ഏതെങ്കിലും ഒരു ആചാര്യൻ അവിടെ ഉണ്ടാവും ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ശ്രീരംഗത്ത് ഒരു ആൾവാറുണ്ടായിരുന്നു, രാജാവ് ഭയങ്കര കേമനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം അമ്പലത്തിൽ ഒരു വിഷ്ണു ഭക്തിയായ ഒരു പെൺകുട്ടിയെ കാണുക. അപ്പം ഇയാൾക്ക് കാമം തോന്നുക. കാമം തോന്നിയ വയ്ക്ക് ഈ കുട്ടിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് ആർക്ക് തോന്നി? കാമം അദ്ദേഹത്തിന് തോന്നിയ വഴിക്ക് ഈ കുട്ടിയുടെ അടുത്ത് ചെന്നു. കുട്ടി എന്നും അമ്പലത്തിൽ പോകും, വല്ല വിഷ്ണു ഭക്തി. നിന്നെ കല്യാണം കഴിച്ചാലെന്ന് ആലോചിക്കുക. അപ്പം ഈ കുട്ടി ചോക്കേണ്ട ആവശ്യമില്ല, രാജാവാ അല്ലേ? എന്നാലും രാജാവ് ചോദിച്ചു. ഈ കുട്ടി പറഞ്ഞു, കുട്ടിയൊരു ഡിമാൻഡ് വെച്ച്, 1000 വിഷ്ണു ഭക്തന്മാരുടെ പാദം കഴുകി അവരെ അന്നം മൂട്ടിയാൽ അങ്ങയെ ഞാൻ കല്യാണം കഴിക്കാമെന്ന് പറയണം ആ കുട്ടിയോട്. പിന്നെ സംശയമൊന്നും ഉണ്ടായില്ല. അപ്പോൾ രാജാവിൻ്റെ മനസ്സിലെന്തായിരുന്നു? കാമം. ഈ കുട്ടിയെ കല്യാണം കഴിക്കണം എന്നുള്ള കാമമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാമത്തെ മാറ്റിക്കൊണ്ട് എന്താക്കണം? ഭക്തിയിലേക്ക് മാറ്റണം. അതിനുള്ള കർമ്മം ചെയ്തേ പറ്റൂ. അതിനുള്ള കർമ്മം ചെയ്യണം. കർമ്മത്തിലൂടെ മാത്രമേ ജ്ഞാനത്തിലെത്താൻ സാധിക്കൂ. അപ്പോൾ ഈ കുട്ടി ഇത് പറഞ്ഞോടുകൂടി പിറ്റേ ദിവസം അദ്ദേഹം കർമ്മയോഗം ചെയ്യാൻ തുടങ്ങി. എന്താ കർമ്മം? വിഷ്ണു ഭക്തന്മാരെ വിളിച്ച് അവരെ പാദസേവ ചെയ്ത് തെരഞ്ഞു പിടിച്ചു കൊണ്ടുവരിക, അവരെ അന്നൂട്ട. പിന്നെ ആരായി? എവിടെയാണ് തെരഞ്ഞു പിടിക്കുക? മനസ്സിലൂടെ എന്തായി? ഈ ചലനം തന്നെ. അങ്ങനെ കുറെ ഒരു 100-400 വിഷ്ണു ഭക്തന്മാരുടെ പാദസേവ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഇതിങ്ങനെ കാണണ്ടേ. കുട്ടിയുടെ മനസ്സിങ്ങനെ മാറാൻ തുടങ്ങി. വിഷ്ണു ഭക്തന്മാരെ ഞാൻ ഊട്ടാൻ പറഞ്ഞപ്പോൾ ഊട്ടുന്നുണ്ടല്ലോ. മനസ്സിലിങ്ങനെ സന്തോഷം. അപ്പോൾ ഒരു 650-700 മറ്റയാൾക്ക് മനസ്സ് മാറി. മറ്റയാൾക്ക് രംഗനാഥ സ്വാമിക്ക് ക്ഷേത്രം പണിയണം, മതിൽ പണിയണം, അത് പണിയണം, പണ്ടം പണിയണം. ഒന്നും വേണ്ട, കംപ്ലീറ്റ് രംഗനാഥ സ്വാമിയായി. ആരുടെ മനസ്സിലെ? ഈ ആൾക്കാരുടെ. അതിൽ ഈ കുട്ടി ചെന്നു. അതെ, ഞാൻ എന്താ ഈ ആറാട്ട കല്യാണം. കുട്ടി എനിക്കൊന്നും തേരല്ല, കുട്ടി മാറുമോ?
എനിക്കൊന്നും അതിന് നേരില്ല, എനിക്ക് രംഗസമിതിക്ക് ഗോപുരം പണിയണം, പോയി നോക്കണം ശ്രീരംഗത്ത്. അപ്പോൾ എത്ര കാമം വന്നാലും ഏതിലൂടെ മാറ്റാം? കർമ്മയോഗത്തിലൂടെ മാറ്റാം. യോഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി ജോയിൻ ടു ഗോഡ്. ദൈവത്തിലുള്ള ജോയിന്റ് നേരത്തുള്ള യോഗം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാം, ദൈവത്തിലേക്ക് ചേരുക, അതന്നെയാണ് യോഗം, ഏത് യോഗമാണെങ്കിലും. അപ്പൊ ഇവിടെ കാമത്തിനെ ആ കർമ്മത്തിലൂടെ എവിടേക്ക് എത്തിച്ചു? ഭഗവാനിലെത്തിച്ചു. അപ്പൊ കാമം ആര് സ്വീകരിക്കും? ക്രോധം. ഇനി അടുത്ത് കാമം ഭഗവാൻ സ്വീകരിക്കും. ഇനി ക്രോധം. ക്രോധത്തിന് നമുക്ക് ആരെ ഉദാഹരണം പറയാം? ധ്രുവന് പറയാം. ഉത്താനപാത മഹാരാജാവിൻ്റെ 2 ഭാര്യമാരാണല്ലോ, സുനീതി, സുരുചി. സുനീതി കുഴപ്പമില്ല, സുരുചി അത്ര രുചിയില്ല. അപ്പോൾ ചെറിയമ്മയുടെ മകനെ മടിയിലെത്തി ഇങ്ങനെ ലാളിക്കാം. ആ സമയത്താണ് സുനീതിയ മകനെ താപ്പ് നോക്കി അച്ഛൻ്റെ മടിയിലിരിക്കണം ഒരു തോന്നൽ. ഇറങ്ങിപ്പോയിക്കോ, ചാടി അച്ഛൻ്റെ മടിയിലാ കയറിയിരുന്നു. സംശയം ഒന്നും ഉണ്ടായില്ല, സുരുചി വന്നു. ഇറങ്ങ, അച്ഛൻ്റെ മടിയിലിരിക്കണമെങ്കിലേ എൻ്റെ ഉദരത്തിൽ നീ ജനിക്കണം. ഈ പൂന്തോട്ടത്തിൽ പൂ പറിക്കാൻ ആരെങ്കിലും കോടാലി എടുക്കാറുണ്ടോ? നല്ല റോസാച്ചെടി, ബ്ലേഡോ കത്തിരിക്ക പോരെ, കോടാലിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഒരു 5 വയസ്സായ കുട്ടിയോട് പറയാൻ പറ്റുന്ന കാര്യമാണോ ഈ സുരുചി പറഞ്ഞത്? ഇതങ്ങോട്ട് പറഞ്ഞോടുകൂടി 2 കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നത്. ഒന്ന് സുരുചിനി, ഒന്ന് സുനീതി. 2 പേര് 2. അപ്പോൾ തൻ്റെ അമ്മയുടെ അടുത്ത് അമ്മ പറഞ്ഞു, നിനക്ക് അച്ഛൻ്റെ പടിയിൽ പറ്റില്ല എന്നല്ലേ ഉള്ളൂ, സാക്ഷാൽ ഭഗവാന്റെ പടിയിലെത്തിക്കൂടെ. അതിലങ്ങോട്ട് ധ്രുവന് തോന്നി, ലക്ഷ്യം, ദേഷ്യം, ക്രോധം, അച്ഛൻ്റെ മടിയിൽ ഞാൻ ഇരുന്നിരിക്കും. അതിലാണ് പ്രാർത്ഥിക്കാൻ പോയിട്ട് നാരദ മഹർഷി ഗൈഡലൻസ് കൊടുത്ത് പ്രാർത്ഥിച്ച് അവസാനം ആ രാജ്യം ഭരിച്ചു. അപ്പൊ ക്രോധം ആര് സ്വീകരിക്കും? ഭഗവാൻ സ്വീകരിക്കും. ഇനി മോഹം, ലോഭം. ഈ മോഹത്തിന് നമുക്ക് അവരെ പറയാം, ഒരു കർണാടക സംഗീതജ്ഞനുള്ളോ, പേര് കിട്ടുന്നില്ല, വലിയൊരു കർണാടക സംഗീതജ്ഞൻ ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല സ്വർണ്ണക്കടയുള്ള ആളാ, നല്ല സ്വർണ്ണക്കട ഉള്ള ആളാ, കോടീശ്വരനാ. പക്ഷേ അറ്റ കയ്യിന് ഉപ്പയ്ക്കില്ല പറയും, ലോഭം കൊടുക്കാനില്ല. അപ്പോൾ ഒരു ദിവസം ഇയാളുടെ സ്വർണ്ണക്കടയിൽ ഭഗവാൻ ഒരു തോന്നൽ, ഒന്ന് പരീക്ഷിക്കണമെന്ന്. എന്താണ് ഇയാളുടെ സ്ഥിതി? നേരെ ചെന്നു സ്വർണ്ണക്കടയിൽ. അതെ, എനിക്ക് വിഷമാരിട്ട് പോയിട്ടോ, എനിക്ക് 3 പെൺകുട്ടികളാണ്, കല്യാണം കഴിച്ചു കൊടുക്കാൻ വഴിയൊന്നുമില്ല, കുറച്ച് കാശ് കിട്ടിയ നന്നായിരുന്നു. അപ്പോൾ പുരന്ദരദാസൻ പേര്, പുരന്ദരദാസാ, ഞാൻ നിനക്ക് തരാം, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിലേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു വെച്ചാൽ ലക്ഷ്മി കയ്യിൽ നിന്ന് പോകുന്ന പറയാം. അപ്പം അമ്പലാണ്, സപ്താഹത്തിലേക്ക് എന്തെങ്കിലും അന്നദാനം കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഉണ്ടായിട്ട് കൊടുക്കാണ്ടിരുന്നാൽ ഉള്ള ഐശ്വര്യം പോകുന്ന പറയാം. അപ്പോൾ അവലിക്കരയിൽ ഇന്നലെ കഴിഞ്ഞ വരെ 10ാമത്തെ കൊല്ലമായിരുന്നു ഞാൻ പരിപാടിയിൽ. ഇന്നലെ സപ്താഹം രാത്രി കഴിയുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് 25-ലും ബുക്ക് ചെയ്തു, 26-ലും ബുക്ക് ചെയ്തു. ഞാനും നല്ല ഗുരുവായൂരപ്പൻ 2 കൊല്ലത്തിനും ബുക്ക് ചെയ്തിട്ടേ വന്നേ, 2 കൊല്ലത്തിനും ആളുമായി. അതാ പറഞ്ഞത്, അവിടെ അല്ല, ലോഭമില്ല. അപ്പോൾ ഭഗവാൻ എത്ര കൊടുത്താലും അതിൻ്റെ തിരിച്ചാ കിട്ടാതെ. അപ്പോൾ പുരന്ദരദാസാ, 3 പെൺകുട്ടികൾ, നീ നാളെ വാ. ആര്? പുരന്ദരദാസൻ ഭഗവാനോട്, നീ നാളെ വാ. ഭഗവാൻ വേഷം മാറി പോയി. ഭഗവാൻ പിറ്റേ ദിവസം വന്നു, അതെ ഞാനിക്കറിവ് കല്യാണം ഉണ്ട്, ഒരാഴ്ചക്ക് നീ വാ. ഇങ്ങനെ ഇവനെ ഒരു 10 ചാല് ഭഗവാനെ ആര് നടത്തിച്ചു? പുരന്ദരദാസൻ നടത്തിച്ചു. അതിൽ പുരന്ദരദാസന് തോന്നി ഇനി സമയായിന്ന്. പുരന്ദരദാസൻ നേരെ ചെന്നു ഭാര്യയുടെ അടുത്തേക്ക്.
സോറി ഭഗവാൻ നേരെ പുരന്ദരാസൻ്റെ ഭാര്യ അടുത്ത് ചെന്നു. ഭാര്യ വീട്ടിലുണ്ട്, 3 പെൺകുട്ടികളാണ്, കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല, അപ്പം എന്തെങ്കിലും കിട്ടിയ നന്നായിരുന്നു. നീ പറയുന്നു വേണ്ട, എനിക്ക് കല്യാണത്തിന് തന്ന നല്ലൊരു നവരത്നമാല ഉണ്ട്, നീ ഇത് കൊണ്ടുപോയിക്കോ, ഞാനിത് ഇടാറൊന്നുമില്ല. നീ ഈ നവരത്നമാല കൊണ്ടുപോയിട്ട് നിൻ്റെ 3 പെൺകുട്ടികളുടെയും കല്യാണം കഴിച്ചു കൊടുത്തു. ഭഗവാൻ വല്ല മാല മേടിച്ചു. ഇത് വെക്കാൻ എവിടെ കൊണ്ടുവന്നു? പുരന്ദരാസൻ്റെ കടയിൽ. പുരന്ദരദാസൻ്റെ കടയിൽ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വരുമ്പിന് കണ്ടപ്പോൾ തന്നെ പുരന്ദരദാസൻ ചോദിച്ചു, എന്താ അപ്പം അവരോട് പറയാ, കുറേ ദിവസമായില്ലേ നടത്തിക്കുന്നു. ആ എന്തേ? അല്ല കാശൊന്നും വേണ്ട, എൻ്റെ കയ്യിലൊരു മാല ഉണ്ട്, അത് വിറ്റ് അത് തന്നാൽ മതി. മാല നോക്കിയപ്പോൾ തോന്നി, ഇത് എൻ്റെ ഭാര്യയ്ക്ക് കല്യാണത്തിൽ കെട്ടിയ മാലയില്ലേ, നീ ഇവിടെ നിൽക്കട്ടോ, ഞാൻ അപ്പോൾ വരാം. നേരെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ഭാര്യ വിളിച്ചു, നിൻ്റെ ആ നവരത്നമാല അവിടെ? ആ പെട്ടിയിൽ. അത് നോക്കട്ടെ. അതിനിപ്പോൾ എന്താ നോക്കണം? ഇപ്പം എങ്ങനെയും പോവാണ്ടോ? അല്ല നോക്കണം. പിന്നെ ഭാര്യയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണപ്പോൾ പിന്നെ സംശയമൊന്നും ഉണ്ടല്ലേ, അവസാനം നിർത്തിയില്ലോ. പെട്ടി തുറന്നു വാങ്ങിക്കോളോ, നവരത്നമാല ഉണ്ടാവിട്ടിരിക്കുന്നു. പുരന്ദരദാസൻ ഞെട്ടിപ്പോയി. അന്ന് മുതൽ തുടങ്ങി പുരന്ദരദാസൻ്റെ അന്ന് മുതൽ ഭഗവാനായിട്ട് കീർത്തനം പാടാൻ തുടങ്ങിയതാണ്. അപ്പോൾ ലോഭം ആര് സ്വീകരിക്കും? ഭഗവാൻ സ്വീകരിക്കും. പിന്നെ ആർത്തി, അതും ഭഗവാൻ സ്വീകരിക്കും. ബദരീനാഥ് പോയിട്ടില്ലേ? ബദരിയിൽ ആരാ ശ്രീകൃഷ്ണനല്ലേ? ആദ്യം ശ്രീകൃഷ്ണനല്ല, ശ്രീകൃഷ്ണൻ ആള് വില്ലനാ. ഒക്കെ ഈ ശിവനാ. പണ്ട് ഗുരുവായൂരെന്ന് പറഞ്ഞാതില്ല, മമ്മിയൂരന്നെ ഉണ്ടായിരുന്നുള്ളേ അല്ലേ? മമ്മിയൂരപ്പൻ സ്ഥലം കൊടുത്തു. അന്ന് ഇപ്പം മമ്മിയൂരപ്പൻ്റെ മീതാരായി ശ്രീകൃഷ്ണൻ. ഈ ബദരിയിൽ ശരിക്കും പറഞ്ഞ ആദ്യം മഹാദേവനായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം ശ്രീകൃഷ്ണൻ വല്ല ചെന്നു. അപ്പം തന്നെ മഹാദേവർ പാർവതിയോട് പറഞ്ഞു, അതേ ആ ചെക്കൻ വരുന്നുണ്ട് കേട്ടോ, ആ കന്നുകാലി ചെക്കനെ ഇങ്ങോട്ട് കയറ്റി വിടരുത്, അവനെ ഇങ്ങോട്ട് കയറ്റരുത് പറഞ്ഞു. വായിലടച്ചു. അപ്പോൾ മഹാദേവൻ വല്ല സ്ഥലം വിടും ചെയ്തു. അപ്പോൾ കുറേ നേരം കാത്തിരുന്നു. അപ്പോൾ വായിലോർക്കില്ലേ, വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പാർവതിയോട്, അത് ഈ തണുത്തിട്ട് വയ്യ, ഞാനൊന്നും അങ്ങോട്ട് കയറിയിരിക്കട്ടെ. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, വാണിങ് കൊടുത്തിട്ടുണ്ട്, തണുത്തിട്ട് വയ്യാന്നേ, ഈ കുട്ടിയല്ലേ, ഈ അമ്മമാർക്ക് എങ്ങനെയും ഇഷ്ടമുണ്ടാവുമല്ലോ, എന്നാ അങ്ങോട്ട് കയറിയിരുന്നോ പറഞ്ഞു. അറിയില്ലല്ലോ ഇത് ഈ സംഭവം, ഈ ശ്രീകൃഷ്ണ എന്ന് അറിയില്ലോ, കയറിയിരുന്നോ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പാർവതി പറഞ്ഞു, ഞാനൊന്ന് കുളിച്ചു വരാം. കുളിക്കാൻ പോയ വയ്ക്ക് സംശയമുണ്ടായില്ല. വായിലടച്ചു, ബോർഡ് വെച്ചു, അന്യർക്ക് പ്രവേശനമില്ലാന്ന്. എൻ്റെ മൂപ്പരെ എങ്ങോട്ട് ഓടിച്ചു? കേദാർനാഥിലേക്ക് ഓടിച്ചു. ആലോചിച്ച്, ശ്രീകൃഷ്ണൻ നമ്മൾ ഉദ്ദേശിച്ച മാതിരിയല്ല. അതാണ് ബദരീനാഥിൻ്റെ കേമത്തി. ആ ബദരീനാഥില് ഒരു വിശാൽ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? ബദരി വിശാൽ എന്നൊക്കെ കേൾക്കില്ല? കേട്ടിട്ടുണ്ടോ? ഞാൻ ഈ സ്വപ്നം 4 തരാണ്. 4ാമത്തെ സ്വപ്നത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന വൃന്ദാവനെല്ലാം കാണാവുന്നതാണ്. ഈ ഭക്തി വരുമ്പോൾ എവിടെയും പോണ്ട, അവിടേക്ക് എത്തുന്ന പറഞ്ഞാൽ അങ്ങനെ അവിടേക്ക് എത്തണം, ആനന്ദിക്കണം. അപ്പോൾ വിശാൽ രാജാവ് എങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പോകുമ്പോഴും ബദ്രിയിൽ വരും, ഞാനേ യുദ്ധത്തിന് പോകട്ടോ. അപ്പം കണ്ടമാന സ്വത്തുണ്ടാക്കിയത്. അപ്പം വിശാലേ, ഞാനിവിടെ ഇരിക്കുന്നത് അവിടെ വേറെ രൂപത്തിലാണല്ലോ, ഈ ധ്യാനത്തിലാണല്ലോ ഇരിക്കുന്നത്. ഈ കേസ് ഇവിടെ എടുക്കില്ല, നീ ദ്വാരകയിൽ പോയിക്കോ. ഈ ഓരോ ദേവസ്ഥ പോയാലും ഓരോ ഭാവമാണല്ലോ, നീ ദ്വാരകയിൽ പോയിക്കോ. ദ്വാരകയിലെ ഈ കേസ് എടുക്കൂ, അല്ല എനിക്ക് പടീനെ വേണം. ഭഗവാൻ കുടുങ്ങി, ഞാൻ പോവാ, എന്നെ സഹായിക്കണമെന്നാ. അവസാനം ഭഗവാൻ അവിടെ ആർക്കോട് എന്ത് ചെയ്തു? ഭഗവാന്റെ പേരിൻ്റെ കൂടെ ഈ ഇവൻ്റെ പേരും കൂടി ചേർത്തു. എന്താ? വിശാൽ. അപ്പോൾ ബദരി വിശാൽ. അവസാനം ഈ ജനങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ആർക്ക് കിട്ടും? വിശാലിനെ. അപ്പോൾ ഭഗവാൻ അതും സ്വീകരിക്കും. ഒന്ന് മാത്രം ഭഗവാൻ എടുക്കില്ല കേട്ടോ. ഏതാ? അസൂയ, അല്ല സോറി, മത്സര്യം. അത് എടുക്കില്ല. മത്സര്യത്തിനാണ് പറഞ്ഞത് നമ്മൾ. ഉദാഹരണം ശിശുപാലൻ. ഈ ശിശുപാലൻ ജനിക്കുമ്പോൾ 3 കണ്ണായിരുന്നു. എത്ര?
3 കണ്ണ്, അതായത് സൂര്യനും ചന്ദ്രനും അഗ്നിയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പരിഭ്രമായി. അപ്പോൾ പറഞ്ഞു അത്രേ, ഈ ശിശുപാലിനെ കൊല്ലുന്ന ആൾ തൊട്ടാൽ കണ്ണപ്രത്യക്ഷമാവുന്നതാണ്. അപ്പോൾ ഈ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാലേ മാമിയുടെ മോനാ. ആരാ? മാമിയുടെ മോനാ. ശ്രീകൃഷ്ണൻ മാമിയാണല്ലോ, മാമിയുടെ മോനാ. അപ്പോൾ ഒരു ദിവസം ശ്രീകൃഷ്ണൻ കുട്ടിക്കാലത്ത് അവിടെ ചെന്നു. ശിശുപാലിനെ ഒന്ന് എടുത്തെടുത്ത് വയ്ക്കോ, കണ്ണ പോയി. അപ്പം ശിശുപാലൻ്റെ അമ്മയ്ക്ക് വിഷമമായി. അല്ല കൃഷ്ണ, അപ്പം നെയ്യാണ്, ഞാൻ നിൻ്റെ മാമിയുടെ മോനല്ലേ, നെയ്യാണല്ലേ എന്നെ കൊല്ലണം. ആലോചിച്ച് നോക്കൂ ആ വിഷമം. അപ്പം കൃഷ്ണൻ ഒരു ഡിമാൻഡ് വെച്ചു. 99 പ്രാവശ്യം ഇവൻ എന്നെ ചീത്ത പറഞ്ഞാലും ഞാൻ അവനെ കൊല്ലില്ല, പക്ഷേ 100ാമത്തെ പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ തട്ടും. അന്ന് മുതൽ ശിശുപാലൻ തുടങ്ങി. അപ്പം ചോദിച്ചു, ഇതെങ്ങനെയാ, അടുപ്പിച്ചാണോ? ഇൻ്റർവെല്ലുണ്ടോ? അടുപ്പിച്ചാത്രേ. അപ്പം കണക്ക് പഠിച്ചു. അപ്പോൾ ഒരു 60-70 വരെ ഇങ്ങനെ ചീത്ത പറയും. വിളിച്ചായേ തന്നെ പണിയുള്ളൂ, കൃഷ്ണവിനാണ് ചീത്ത അറിയാം. അങ്ങനെ നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരുണ്ടാവും. ഇങ്ങനെ പറയും. അവസാനം ഈ കണക്ക് പഴച്ചു. എവിടെ? രാജസൂയത്തിൽ. 99 എവിടെയോ മറഞ്ഞു, 100 കൂടിയോ തട്ടി. അപ്പോൾ നിത്യജീവിതത്തിൽ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും നാം ചിന്തിക്കേണ്ടത്, ആര് സ്വീകരിക്കില്ല ഒരിക്കലും ഈ അസൂയ മാത്സര്യം ഭഗവാൻ ഏറ്റെടുക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോരോ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോഴും നാം ഈ ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാവരും തന്നെ മനസ്സിൽ നിന്നുകൊണ്ടാണ് ഭഗവാനെ കാണുന്നത്. ബുദ്ധിയിൽ നിന്നുകൊണ്ട് എവിടെ എത്ര കർമ്മം ചെയ്യണം എന്നാണ് അർജുനോട് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിയിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്യണം. ഇപ്പം നമുക്കറിയാം, വൈകുന്നേരം നമ്മുടെ കുട്ടികൾ TV, ഞാൻ ചോദിക്കട്ടെ, ഈ TV കാണാറുണ്ട് നമ്മളില്ലേ? TV കാണാറില്ലേ? ഈ TV കാണുമ്പോഴും അതൊരു കർമ്മം തന്നെയാണല്ലോ. അത് നിങ്ങൾ ആസ്വദിച്ച് കാണണം എന്നാണ്. ഇതിങ്ങനെ ഈ ചാനൽ മാറ്റാൻ പാടില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന ചാനൽ കാരണം. അപ്പം ഏത് കർമ്മം ചെയ്യുമ്പോഴും എന്ത് വേണം? ആസ്വദിച്ച് കാണണം എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് വിരക്തി വരും എന്നാണ് പറഞ്ഞത്. അതാ അർജുനോട് പറഞ്ഞേ. അർജുനൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഭീഷ്മരെ പോലെയുള്ള ഗുരുനാഥന്മാരും ദ്രോണനെ പോലെയുള്ള ഗുരുനാഥനും പിതാമഹനൊക്കെ എങ്ങനെ ഞാൻ കൊല്ലും കൃഷ്ണ? നീ അവരൊന്നും കൊല്ലണ്ട, അവരെയൊക്കെ കൊന്നിരിക്കുന്നു ഞാൻ കൊന്നിരിക്കുന്നു. അപ്പം അവിടെ എന്ത് പറ്റിച്ച? അവിടെ നിൽക്കുന്നത് മനസ്സി പ്രശ്നം തന്നെയാണ്. മനസ്സിൽ നിന്നുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അർജുനന് വരാൻ കാരണം വെച്ചാൽ ത്രിഗുണങ്ങൾ, എല്ലാ കർമ്മം ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പോൾ ഈ ബുദ്ധിയിൽ എത്തിക്കഴിഞ്ഞാൽ, ബുദ്ധിയിൽ നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് സത്വഗുണമായിരിക്കും ഭൂരിഭാഗം ഉണ്ടാവുക. A+ ഉണ്ടാവും, 80%. എന്നാൽ അർജുനനിലെ ഇത് പരീക്ഷയ്ക്ക് നമ്മളില്ലേ, SLC പരീക്ഷയും +2 പരീക്ഷയും എങ്ങനെയാണ്? 80% മുകളിൽ കിട്ടിയാൽ A+. 60-നും 80-നാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്. 40-നും 60-ലാണെങ്കിലോ പാസ്സായി. 40-ൽ ചോടയാണെങ്കിലോ ഫെയിലായി. ഇതന്നെയാണ്, ഈ സിദ്ധാന്തം തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ 80-ന് മുകളിൽ എത്തണം, ബുദ്ധിയിൽ നിൽക്കണം. ബുദ്ധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ആത്മാവ് ചലിക്കാൻ തുടങ്ങണം. അവിടെ സത്വഗുണം ഉണ്ടാവും. ഇവിടെ മനസ്സിൽ നിൽക്കുകയാണെങ്കിൽ 60-ലാണ് നിൽക്കുന്നത്. ഈ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എല്ലാ കർമ്മത്തിലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലൗകികമായിട്ട് നാം കർമ്മം അനുഷ്ഠിക്കുമ്പോഴും ആ കർമ്മങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഇപ്പം എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. എന്താണറിയോ?
ഈ കാമം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധാന്നാ. സത്യത്തിൽ അതല്ല. എല്ലാവരും ധരിച്ചിരിക്കുന്നത് കാമം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധം. അതല്ല. ഏതിനോടുള്ള ഒരാഗ്രഹം. നല്ല ചില ആൾക്കാരുണ്ട്, വാഹനം ബൈക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറും, അത് കാമ. ചില ആൾക്ക് പുതിയ പുതിയ വണ്ടികൾ മേടിക്കും. പിന്നെ പല ആൾക്കാർ ഇപ്പോൾ പണ്ടൊക്കെ എങ്ങനെ വെച്ചാൽ സ്വർണം വാങ്ങുക, അപ്പോൾ സ്വർണം വാങ്ങലില്ല, ഒക്കെ മാറ്റിയെടുക്കില്ല. ഈ പുതിയ മോഡൽ, അതും എന്താണ് ഒരു കാമ. അപ്പോൾ നമ്മളിവിടെ ഈ കാമം മാറണം എന്ന് പറയുമ്പോൾ കാമത്തെ ഇല്ലാതാക്കണം പറഞ്ഞു വെച്ചാൽ ആഗ്രഹം ഇല്ലാണ്ടാക്കണം, വിരക്തി. അതൊന്ന് വിരക്തി. അപ്പോൾ എന്തിനോടുള്ള കാമം, അതിൽ നമ്മൾ അതൊക്കെ എന്താ പറ്റിയതെന്ന് വെച്ചാൽ ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. സമൂഹത്തെ തെറ്റിദ്ധരിച്ചിരിപ്പിക്കുകയാണ്. ഇപ്പോൾ വേദങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടേ, ഈ ബ്രാഹ്മണ ക്ഷത്രിയ അല്ലേ, വൈശ്യ ശൂദ്ര, നമ്മളൊക്കെ ആരായിട്ടാ ജനിക്കുന്നത്? ആരായിട്ടാ ജനിക്കുന്നത്? ശൂദ്രനായിട്ടാ ജനിക്കുന്നത്. ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? പണ്ട് കുലല്യ. ഈ ബ്രാഹ്മണന്റെ പുത്രൻ ബ്രാഹ്മണനായിക്കൊള്ളുന്നില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ സത്വ ഗുണത്തിലെത്തിയവൻ നേരത്തുള്ളൂ. അതിൻ്റെ താഴെയാവുമ്പോൾ ആരായി? രജോ ഗുണം ക്ഷത്രിയന്. അതിൻ്റെ താഴെ എന്ത്? വൈശ്യന്. വൈശ്യന് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. വൈശ്യന് മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. രജോ ഗുണമുണ്ട്, അതേസമയം തമോ ഗുണമുണ്ട്. തമോ ഗുണം മാത്രം ആരാ? ശൂദ്രൻ. ഒരു പണിയും ചെയ്യാൻ പറ്റില്ല, മറ്റവരെ എന്ത് വേലയും ചെയ്യാന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നാം ചിന്തിക്കേണ്ടത് ഏത് കർമ്മം ചെയ്യുമ്പോഴും ഏത് വ്യക്തിക്കും ഈ ത്രിഗുണങ്ങൾ ഉണ്ട് എന്നാണ്. അപ്പോൾ കർമ്മം ചെയ്യുമ്പോൾ കർമ്മയോഗം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബ്രാഹ്മണന്റെ കർമ്മം, ക്ഷത്രിയന്റെ കർമ്മം വ്യക്തമാക്കി കൊടുക്കേണ്ട അർജുൻ. വൈശ്യന്റെ കർമ്മം, ശൂദ്രന്റെ കർമ്മം. ഈ ഒന്നുമില്ലാണ്ട് മറ്റുള്ളവരെ പണി മാത്രങ്ങൾ എടുത്തുള്ള ആള് എന്തു ചെയ്യും? കുറച്ച് കാശങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഈ തമോ ഗുണം മാത്രമേ ഉള്ളൂ പറഞ്ഞു ശൂദ്രന്. വൈശ്യനെടുത്ത് കഴിഞ്ഞാലോ കാശൊക്കെ ഉണ്ട്, കാശൊക്കെ ആയിട്ട് ഗംഭീരം അങ്ങോട്ട് കാശായി കച്ചവടമൊക്കെ ചെയ്ത് കാശുണ്ടാകും. അപ്പോൾ ഈ കച്ചവടം ചെയ്ത് കാശുണ്ടാകുമ്പോൾ അവിടെ അവനെന്താണ്? ഈ രജോ ഗുണത്തിലേക്ക് കിടക്കും. ഈ അതും കഴിഞ്ഞാലോ ക്ഷത്രിയനിൽ പാതിയാ വരിക, ഫുള്ളില്ല. അപ്പൊ പൂർണ്ണമായിട്ടും ആ സന്യാസത്തിലെത്തണമെങ്കിൽ എന്ത് വേണം? അവിടെ സത്വഗുണം. സന്യാസം എന്ന പദം കൊണ്ട് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് അർജുനന് ഭഗവാൻ. അർജുന, നീ മനസ്സിൽ നിന്നുകൊണ്ട് മാറി നീ ബുദ്ധിയിലേക്ക് എത്തിണ്ട്. ആ മനസ്സിൽ നിന്ന് കൊടുക്കുമ്പോഴൊന്നും അർജുനന് ശിഷ്യത്വം കൊടുത്തിട്ടില്ല. നിങ്ങളൊരു ശിഷ്യന്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഭക്തിലത പറഞ്ഞില്ലേ, ആ ഗുരുനാഥന്റെ അനുഗ്രഹം കിട്ടിയ ഒരു ബീജം കിട്ടിക്കഴിഞ്ഞാൽ അത് വളരാൻ എന്ത് വേണം? ഒരു ചാരിയ കമ്പ് വേണം. നിങ്ങളുടെ മനസ്സിൽ ഭക്തി ദീക്ഷ കിട്ടി പറഞ്ഞു വെച്ചാൽ ഭക്തി ലോകത്തിലേക്ക് ഇറങ്ങി ചെന്നു നേരത്തുള്ളൂ. അത് വളരാൻ ചെടി വേണം, വള്ളിച്ചെടി, ഭക്തിലത. അത് വളരണമെങ്കിൽ എന്ത് വേണം? യമനിയമങ്ങൾ ചെയ്യണം, ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യണം. ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായി ചെയ്യുമ്പോൾ നിങ്ങൾ ഭക്തിയുടെ തലത്തിൽ ഉയർന്നു വരും. അങ്ങനെ അർജുനെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് അതാണല്ലോ. കർമ്മയോഗം കഴിഞ്ഞാൽ എവിടെ വരുന്നുള്ളൂ? ഭക്തിയോഗത്തിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ അർജുനോട് പറഞ്ഞു ഭഗവാൻ, നീ ബുദ്ധിയിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യണം. നമ്മളൊക്കെ എവിടെയാണ്? വേണോ വേണ്ടേ, ശരിയാണോ, അത് ശരിയാ, അത് പാടില്ല എന്നാണ് പറഞ്ഞത്. നമ്മളെല്ലാവരും തന്നെ മനസ്സിൽ നിൽക്കാണ്ട് ബുദ്ധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ നമുക്ക് പ്രശ്നമില്ലാതെ. കാരണം ബുദ്ധിയിൽ നിന്ന് മുകളിൽ ഒരു ചെറിയൊരു ഷെയ്ഡിൻ്റെ മറിയുള്ളൂ സന്യാസം. സന്യാസം എന്ന് പറഞ്ഞാൽ പദം എന്ന് പറഞ്ഞാൽ ശരിക്കും സന്യാസം എന്ന് പറഞ്ഞാൽ എല്ലാം തിരിച്ചവരെ എന്നാണ്, അല്ലേ? അങ്ങനെയല്ലേ പറയാ? ഒന്നും വേണ്ട, ഒന്നിനോടും ആർത്തിയില്ല എന്നാണ് പറയാ. പക്ഷെ നമ്മുടെ കാലത്ത് ഇപ്പോൾ സന്യാസിമാർ ആർത്തി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? എല്ലാവരും ഇല്ലെങ്കിലും കുറച്ചെങ്കിലും അതിലുണ്ട് ഈ കപടത ധാരാളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സന്യാസത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തി ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞേക്കാം, ഭാഗവതമൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു, ഭാഗവതമൊക്കെ
ഈ കച്ചവട കേന്ദ്രങ്ങളാക്കി മാറണമെന്ന് പറഞ്ഞ സന്യാസിമാരൊക്കെ ഉണ്ട്. ഇല്ലയൊന്നുമില്ല. ഈ സന്യാസിമാർ പ്രസംഗിക്കണ ആ വേദിയിൽ തന്നെ കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ള സത്യം അറിയുന്നില്ല. ആലോചിച്ചൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരു സത്രവേദിയിൽ ഞാൻ കേട്ടതാ. സന്യാസം എന്ന് പറഞ്ഞാൽ ഒക്കെ ഉപേക്ഷിച്ചു പോല, അധികം സംസാരിക്കാൻ തന്നെ പാടില്ല. അപ്പം ഇന്ന് അതുപോലെ ഇപ്പോൾ ടിക്കറ്റ് കൊടുക്കണ്ടോ തന്നെ അറിയില്ല ശിഷ്യന്മാർക്ക്. എനിക്ക് അവിടെ 150 ശിഷ്യന്മാരുണ്ട്, എനിക്കിവിടെ 12 ശിഷ്യന്മാരുണ്ട്. അങ്ങനെയായിരിക്കുന്നു. ഗീത അതൊന്നും പറയുന്നില്ല. ഭഗവത്ഗീത അടിപരട്ട് പറയേണ്ട ഭഗവാൻ. ശിഷ്യൻ ഒന്നെ ഉള്ളൂ, ഒന്നിനെ പറ്റി, ഒന്നിന് കൂടുതൽ പറ്റില്ല. ഇവർ ആ ശിഷ്യന് വേണമെങ്കിൽ തന്നെയാണ്, കുറച്ചുണ്ടാവാമില്ല എന്ന് പറയുന്നില്ല. ഇതിപ്പോൾ ലക്ഷക്കണക്കിനാണ്. ഈ പുതുമഴയിൽ പാറ്റ പൊടിഞ്ഞ മഴയാണ് ശിഷ്യന്മാരെ. ഞാനിത് പറഞ്ഞ് ഭഗവത്ഗീതയാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അർജുനോട് വെട്ടുവെടുപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്, അർജുന നീ ബുദ്ധിയിൽ നിന്നുകൊണ്ട് ചലിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓരോരോ കാര്യം എടുക്കണം. ഫലം ഇച്ഛിക്കാതെ ചെയ്യുക. നീ അവസാനം അതും പറഞ്ഞു, ഇനി എന്താ ചെയ്യുക അതും പറഞ്ഞു. അടുത്ത എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അർജുന നീ ഫലം ഇച്ഛിക്കാണ്ട് യജ്ഞം ചെയ്യാനാ. സന്യാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലേ? ഫലം ഇച്ഛിക്കാണ്ട് യജ്ഞം ചെയ്യാൻ. അപ്പം ഞാൻ സംശയം ചോക്കട്ടെ, ഫലം ഇച്ഛിക്കാണ്ടേ യജ്ഞം ഇവിടെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അതും ഭഗവാൻ പറഞ്ഞു. സൂര്യചന്ദ്രന്മാർ പറഞ്ഞില്ലേ, സൂര്യചന്ദ്രന്മാർ ഇവിടെ ചെയ്യുന്നില്ലേ? സൂര്യൻ ഉദിക്കണ്ടല്ലേ? വല്ലതും കൊടുത്തിട്ടാണോ? വായു വല്ലതും കൊടുത്തിട്ടാണോ? ആ ലെവലെത്തണം. എന്തിന്? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ആധ്യാത്മിക തലത്തിൽ ഉയരെങ്കിൽ ലൗകികതയ്ക്കും പറ്റൂ. ജനക മഹാരാജാവിനെ ഉദാഹരണം പറഞ്ഞു കൊടുത്തേ. ജനക മഹാരാജാവ് അതായത് രാജാവായിരിക്കുമ്പോൾ തന്നെ കർമ്മയോഗത്തിലൂടെ കർമ്മം ചെയ്തുകൊണ്ട് രാജ്യം ഭരിച്ചുകൊണ്ട് സന്യാസം നേടിയാണ്. അപ്പോൾ നാം ചിന്തിക്കേണ്ടത് ഇവിടെ ആ കർമ്മം ചെയ്യുമ്പോൾ ആ ജ്ഞാനം എത്തണമെങ്കിൽ കർമ്മയോഗത്തിലൂടെ മാത്രമേ എവിടെ എത്താൻ പറ്റൂ? ജ്ഞാനയോഗം എത്താൻ പറ്റൂ. ആ കർമ്മയോഗത്തിലൂടെ ജ്ഞാനയോഗം എത്തണമെങ്കിൽ ഉള്ളു ശരിയാവണം. പുറമേ മാത്രം എന്തായിട്ട് കാര്യമില്ല, സന്യാസമായിട്ട് കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? പുറമേ മാത്രമല്ല വേണ്ട, ഉള്ളി മനസ്സിൻ്റെ മാലിന്യങ്ങളെ റൂട്ട് ഔട്ട് ചെയ്യണം. വേരോടെ പിഴുതെടുക്കണം. ഇവിടെ അങ്ങനെയില്ല. നമ്മളിന്ന് കാണുന്നത് ഒക്കെ ഷോ വർക്കായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാം ഷോ വർക്കായിട്ട് മാറിയിരിക്കുകയാണ്. ഭഗവാനെ സംബന്ധിച്ച് ഒന്നും ഭഗവാന് വേണ്ട. പക്ഷേ നാം ചിന്തിക്കേണ്ടത് നിത്യജീവിതത്തിൽ വെറും 4 തരം ഭക്തന്മാരാണുള്ളത്. അറിയില്ലേ ആരാ ഭക്തൻ? അതും പറയും. ആരാ ഭക്തനെ എങ്ങനെയാ തിരിച്ചറിയാം? പുരാണം പറയണത്, ബീച്ചിൽ പോയിണ്ടോ? ബീച്ചിൽ ചാവക്കാട് ബീച്ചിൽ പോയിണ്ടോ? ബീച്ചിൽ പോയാ 4 തരം ആൾക്കാരെ കാണാം. ബീച്ചിൽ ഇറങ്ങണോടത്തില് കപ്പലണ്ടി വിൽക്കണ്ടാവും ഇഷ്ടം പോലെ, ഇല്ലേ? ഇപ്പം ഐസ്ക്രീമായി മാറിയിട്ട്. അപ്പം കപ്പലണ്ടി കുറച്ചുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ പറയും, ഈ കടലിൽ മുത്തുച്ചിപ്പി കേട്ടിട്ടുണ്ടോ? മഴവെള്ളം മുത്തുച്ചിപ്പിയിൽ വീണ് കാലങ്ങൾ കഴിഞ്ഞാലാണ് മുത്തുച്ചിപ്പിയായിട്ട് വരുന്നത്. ഈ താളിലൊക്കെ വെള്ളം വീണ് അങ്ങനെ വെട്ടി തിളങ്ങുന്നുണ്ടോ? അപ്പം ഈ കടലിൽ ഇറങ്ങിയ അടിയിൽ പോയാൽ എന്ത് കിട്ടുക? മുത്തുച്ചിപ്പി കിട്ടുക. രാധേമാതിരി ഗുഹ്യമായതൊക്കെ രഹസ്യ രാധേമാതിരി. അപ്പം ഇവിടെ ഈ കപ്പലണ്ടി കുറച്ചുള്ള ആൾക്കാർ പറയും, അവിടെ നെഹ്റു ചെയ്തു, അവിടെ ഈ അമേരിക്കൻ പ്രസിഡന്റ്, ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയും. ഇവർക്ക് മുത്തുച്ചിപ്പി കിട്ടുമോ? കടൽ വേറെ അകലെ കിടക്കും. പിന്നെ ഒരു കൂട്ടുണ്ട്, തിരമാല ഇറങ്ങിപ്പോയ ഓടി അങ്ങോട്ട് ചെല്ലും. തിരമാല വരുമ്പോഴോ ഇങ്ങോട്ട് തിരിച്ചു പോരും. ഇവർക്ക് മുത്തുച്ചിപ്പി കിട്ടുമോ? കിട്ടില്ല. പിന്നെ ഒരു കൂട്ടുണ്ട്, തിരമാലയുടെ വരുമ്പോൾ ഇങ്ങനെ ചാടി, തിര വരുമ്പോൾ ചാടി കിട്ടും. അവർക്ക് കിട്ടുമോ? കിട്ടില്ല. പിന്നെ ചില ആൾക്കാരുണ്ട്, കടലിൻ്റെ അടിയിൽ പോയിട്ട് ചിലർക്ക് അങ്ങ് എടുത്തുകൊണ്ടുവരും, അവർക്ക് കിട്ടും. എന്ന മാതിരി ചില ആൾക്കാരുണ്ട്. എന്താണ് അറിയാം? വീട്ടിൽ ഭാഗവതം ഉണ്ടോ? ഉണ്ട്. ഇപ്പോൾ ഷാരഡിന് 8 കോപ്പിയുണ്ട്. മാതൃഭൂമി ഇറക്കി എത്ര കോപ്പിയുണ്ട്? വായിക്കാറുണ്ടോ? എപ്പോഴാച്ചാ വായിക്കാലോ? എവിടെ വീട്? ഗുരുവായൂരമ്പലത്തിൻ്റെ അടുത്താ.
പോവാറുണ്ടോ? എപ്പോഴാച്ചാ പോവാലോ? എന്നെ പോയത് 2 കൊല്ലം മുമ്പ് പരിഭവം വന്നപ്പോൾ. ഇവർക്ക് വല്ല ഗുണമുണ്ടാവോ? ഇല്ല. ഇതാണ് ആദ്യത്തെ ഭക്തന്മാർ. രണ്ടാമത്തെ ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ ആകെ വൃശ്ചികമാസമായ കുറി എന്തൊക്കെ ഉണ്ട് എവിടെയാ? ശബരിമലയിൽ പോവാ. അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ എങ്ങടാ പോകണമെന്ന് ഞാൻ ചോദിക്കണില്ല. ഇവർക്ക് ഭക്തി ഉണ്ടാവുമോ? ഉണ്ടാവൂല. പിന്നെ അടുത്ത കൂട്ടർ ഇന്ന് എവിടെ എന്നാ അവിടെ വായന, ഇന്ന് അപ്പുറത്താ വായന. പക്ഷെ ഒരു ബുദ്ധിമാന്മാരാണല്ലോ. വെളിച്ചായ അവിടെ വായന ഉണ്ട്, ഇവിടെ വാര ക്രിട്ടിസൈസ് അല്ലാട്ടോ ഞാൻ പറയാം, എക്സാമ്പിൾ പറഞ്ഞു മാത്രം അവർക്ക് തോന്നണ്ട. അപ്പോൾ എന്നിട്ട് ഇരിക്കും ആചാര്യം ഇങ്ങനെ ചിരിക്കുമ്പോൾ ഇവരും ചിരിക്കും. മനസ്സ് ഇവിടെ ഉണ്ടാവില്ലേ? അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എന്തുണ്ടാവണം? മനസ്സുണ്ടാവണം. ഈ തിരമാലയുടെ മുകളിൽ കൂടെ പോയിട്ട് കാര്യമില്ല. ഈ സത്സംഗം കേൾക്കുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു മനസ്സ്. അതാണ് 3ാമത്തെ വിഭാഗക്കാർ. 4ാമത്തെ വിഭാഗക്കാരെങ്ങനെയാണ് അറിയോ? സത്സംഗത്തിന് പോയാൽ അതൊക്കെ കുറിച്ചെടുത്ത് അല്ലെങ്കിൽ അതൊക്കെ കേട്ടിട്ട് വീട്ടിൽ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുമ്പോഴോ അപ്പോൾ അവർക്കാണ് ഈ ജ്ഞാനം ലഭിക്കുക, ഭക്തി ലഭിക്കുക. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഈ ഭക്തിയൊക്കെ വേണമെങ്കിൽ എവിടെ പോകണം അറിയോ? വൃന്ദാവനത്തിൽ പോകണം. വൃന്ദാവനത്തിൽ ഭയങ്കര ഇപ്പോൾ വരുമ്പോൾ ഒരാളിനോടൊരു സംശയം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ പറയാമെന്ന് പറഞ്ഞു. ഈ രാധ ആരാന്ന് ചോദിച്ചു. ആളേക്കാണ് വരണ വയ്ക്ക്. അറിയോ ആരാ? രാധ ആരാ? ഇപ്പോൾ വരുമ്പോൾ ചോദിച്ചത് എന്നോടാണ്. എന്താ പറഞ്ഞാൽ അഷ്ടപതി പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് മുഴുവൻ ഈ രാധയെക്കുറിച്ചാണ്. അപ്പോൾ കൃഷ്ണനും രാധയും തമ്മിലുള്ള ബന്ധം താഴ്ച്ചു. നോക്കട്ടെ സമയം കിട്ടിയാൽ പറയാമെന്ന് പറഞ്ഞു. കാരണം സമയത്തിൻ്റെ ഒരു ദൗർലഭ്യം ഉണ്ടല്ലോ. പറയണോ? പറയാം അല്ലേ? ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ജഗദംബിക തീരുമാനിച്ചു ശ്രീകൃഷ്ണന് വേണ്ടി ഇവിടെ ജനിക്കാൻ. ജഗദംബി തന്നെയാണ് അവതാരത്തിൽ ജനിച്ചത്. ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് 11 മാസം മുമ്പേ രാധ നോർത്താണ് സ്ഥലം. വൃഷഭാണു രാജാവിൻ്റെ കൊട്ട. വൃഷഭാണു രാജാവ് ഒരു ദിവസം നദിയിൽ കുളിക്കാൻ പോവുക. കുളിക്കാൻ പോകുമ്പോൾ ഒരു താമര ഇതെല്ലാം ഇങ്ങനെ ഒലിച്ച് വരുന്നൊരു പെൺകുട്ടി. അപ്പോൾ ഒരു നിയമം വെച്ചിട്ടുണ്ട് രാധാകൃഷ്ണനും. ഭഗവാനെ, അതായത് ഞാൻ ജനിച്ച കണ്ണു തുറക്കുമ്പോൾ ഭഗവാനെ കാണണം എന്നാണ് രാധയുടെ ഡിമാൻഡ്, ജഗദംബികയുടെ ഡിമാൻഡ്. ഭഗവാനെ കാണണം. അങ്ങനെ താമരയിൽ ഒഴിച്ച് ഇങ്ങനെ വരുമ്പോൾ വൃഷഭാണു രാജാവ് കുട്ടിയെടുത്തു. കുട്ടിക്ക് കണ്ണ് തുറക്കണില്ല. കുട്ടി ശ്വാസം ഉണ്ടോ ഇല്ല, എത്രയേ ഉള്ളൂ. അങ്ങനെ വൃഷഭാണു രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ വന്നു. 11 മാസം കഴിഞ്ഞിട്ടാണ് ആര്? ശ്രീകൃഷ്ണൻ ജനിച്ചത്. അതും 2 തർക്കമുണ്ട്. നമുക്ക് 2 സമർത്ഥിക്കാം. എനി സബ്ജക്റ്റ് അണ്ടർ ദി സൺ യു ക്യാൻ ആസ്ക്. സൂര്യന് താഴെ ഏത് വിഷയം ചോദിച്ചോളൂ. നോട്ട് ടു സേ എനി നെയിം ഓഫ് എ ടിപ്പിക്കൽ പേഴ്സൺ. ഈ ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ട് അബദ്ധം ഞാൻ മലയാളം പറയുന്നുണ്ട്. അതായത് ഈ രാജാവിൻ്റെ പേരൊന്നുമല്ല, ഏത് കഥ എടുത്തോളൂ, ഏത് സംശയം തീർക്കാം. ഗുരുവായൂരപ്പൻ തരിക കേട്ടോ, വേറെ ആരുമല്ല. ഏത് ആധ്യാത്മിക ലോകത്തിൽ നിങ്ങളുടെ എല്ലാ സംശയത്തിനും മറുപടി കൊടുക്കാം. നമ്മളതിനെ ആ മനസ്സിലേക്ക് അങ്ങോട്ട് കയറ്റി വിട്ടാൽ മതി. ഏത് വിഷമങ്ങളും നമുക്ക് തീർക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. കുറച്ച് കാലം കൗൺസിലിംഗ് നടത്തിയോണ്ട് അങ്ങനെ ഗുണമുണ്ടായി, സൈക്കോളജി ഉണ്ടാവുണ്ട്. അപ്പോൾ ഇവിടെ 11 മാസം മുമ്പേ എന്ന് പറയുമ്പോൾ എന്തായി? ശ്രീകൃഷ്ണനെക്കാറ്റും മൂത്തതാണായി. എന്നാൽ കൃഷ്ണനാണ് കണ്ണ് തുറപ്പിച്ച്. ഒരു കുട്ടി ജനിച്ച കണ്ണ് തുറന്നാലല്ലേ ജനിച്ചു പറയാൻ പറ്റൂ. അപ്പോൾ 2 കൂട്ടരും വെറുതെ ശരിയാ. അപ്പോൾ അതിൻ്റെ പേരിൽ ആധ്യാത്മിക ലോകത്തിൽ തർക്കം വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മനസ്സിലായില്ലേ? അങ്ങനെ കൃഷ്ണൻ ജനിച്ചു, നന്ദഗോപുരൻ്റെ അടുത്തെത്തിക്കും. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഈ കന്നുകാലികളെ വളർത്തുന്ന ആൾക്കാരാണ് അല്ലേ? കൃഷിയും പശുപാലനൊക്കെയാണല്ലോ. അപ്പോൾ ഇവർ നല്ല ഫ്രണ്ട്സാണ്. വൃഷഭാണു പറഞ്ഞു, ഡോ നന്ദ, താൻ അടുത്ത മാസത്താൻ വാ. അപ്പോൾ കൃഷ്ണൻ മുട്ടുകുത്തിയ സമയം കൃഷ്ണന് മറ്റു ആൾക്കാരെക്കാറ്റും മറ്റു ദേവന്മാരെക്കാറ്റും വ്യത്യസ്ത കൃഷ്ണൻ എന്താണ്? ഒരു മുട്ടുകുത്തി ഇത്. പിന്നെയോ വിട്ടലേ കൃഷ്ണൻ ഇല്ലേ? വിട്ടപ്പ എന്ന് പറയും. ബോംബെക്കാർക്കൊക്കെ പ്രത്യേകിച്ച് അറിയാം. വിട്ടല അവരുടെ ഇഷ്ടികല്ലേ?
അറിയില്ലേ കഥ? വിട്ടലേ എന്നാ പറയാം. അത് കഴിഞ്ഞ് പിന്നെ കൃഷ്ണൻ എന്താണ്? കുറച്ചും കൂടി ഓടക്കുഴൽ കൃഷ്ണൻ. പിന്നെ അത് അങ്ങനെ പല പല ഭാവങ്ങളുണ്ട് കൃഷ്ണന്. സുബ്രഹ്മണ്യന് മാത്രം ബാലഭാവം ഉണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൃഷ്ണൻ മുട്ടുകുത്തിയ പ്രായം. അപ്പോൾ ചെന്നു നന്ദഗോപരും യശോദാമ്മയും ചെന്നു അവിടെ വീട്ടിൽ വിശേഷം നൽകുക. ചെന്ന് വയ്ക്കോ കുട്ടി അവിടെ നിലത്ത് വെച്ചു. മുട്ടുകുത്തിയ പ്രായത്തിലുള്ള കുട്ടികളെ വെച്ച കിട്ടില്ല എന്നറിയില്ലേ നമുക്ക്. കുട്ടി ഓടാൻ തുടങ്ങി, ഓടി ഓടി. അപ്പോൾ അപ്പുറത്തെ റൂമിൽ രാധ നിൽക്കുന്നുണ്ട്. കണ്ണ് കാണില്ലല്ലോ, കണ്ണ് തുറക്കണില്ലല്ലോ. അടുത്തെത്തി വയ്ക്ക് രാധ. എന്തേ വൈകിയേ ചോദിച്ചു. എന്താണ് എന്തേ വൈകിയേ ചോദിച്ചു. അതിൽ കൃഷ്ണ ഒന്നും ചെയ്യില്ല. മുട്ടുകുത്തി കണ്ണിലേക്ക് തൊട്ട വയ്ക്ക് കണ്ണാ തുറന്നു. അതിൽ പിന്നെ ശ്വാസം കമ്മിയായിരുന്നു. മനത്തി കിടത്തി നെഞ്ചത്ത് കയറ്റി കിടന്നു തുടങ്ങി. നമ്മൾ ഈ അറ്റക്കണ്ടെങ്കിൽ ശ്വാസം വീണു. പിന്നെ ഇവർ തമ്മിൽ കെട്ടിപ്പിടിച്ചിരിക്കുക. ഇതാര് കണ്ടു? നന്ദഗോപരും വൃഷഭാനു രാജാവും കണ്ടു. അപ്പോൾ തീരുമാനിച്ചു ഇവരുടെ കല്യാണം നടത്തണം. നമ്മൾ ഭാഗവതത്തിലും നാരായണീയത്തിലും 8 വിവാഹ പറയണതല്ലേ. പഞ്ചഭൂതങ്ങളുടെ ബുദ്ധി, മനസ്സ്, സംസ്കാരം പറയണത്. പക്ഷേ അപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിൽ ചോദ്യമുണ്ട്, ഈ രാധയുടെ കല്യാണം എന്താ പറയാത്തതെന്ന്. സ്വർണ്ണ എവിടെയാണ്? ഭൂമിക്കടിയിലാണ് അല്ലേ? എല്ലാം മൂല്യം കൂടിയതൊക്കെ രഹസ്യ ഗുഹ്യ. രാധ എന്താണ്? മൂല്യം കൂടിയതാ. അതുകൊണ്ട് അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലുള്ളവർക്ക് അതിനെപ്പറ്റി അങ്ങനെ അറിഞ്ഞോളണമെന്നില്ല. നോർത്തിലൊക്കെ സപ്താഹത്തിന് മുമ്പ് രാധയെ പറ്റി പറഞ്ഞേ പറ്റി. അതുകൊണ്ട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഇവിടെ നാം ഇവരെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. 10-നും 15-ഉം വയസ്സിനിടെ കല്യാണം നടന്നേട്ടോ. 10-ഉം 15-ഉം 15-ലും 20-ഉം വയസ്സിനിടയിലാണ് രുക്മിണിയുടെ കല്യാണം ഉണ്ടായത്. അപ്പോൾ ജാതകം നോക്കാൻ തുടങ്ങി. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണ്ണം ചതുർഭുജം. ഇതങ്ങളുടെ ജാതകം നോക്കുമ്പോൾ കൃഷ്ണൻ്റെ ഒരു തോന്നൽ. കൃഷ്ണൻ ഒന്നാം നോക്കിയപ്പോഴോ രാഹുവിനെ പിടിച്ച് കേതുവിലിട്ടു, കേതുവിനെ പിടിച്ച് രാഹുവിലിട്ടു. ജാതകം യോജിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? കല്യാണം നടത്താൻ പറ്റൂല. അതിൽ രാധയ്ക്ക് ദേഷ്യം വന്നു. രാധ നേരെ എവിടേക്ക് കൊണ്ടുപോയി? വനത്തിലേക്ക് കൊണ്ടുപോയി. ബ്രഹ്മാവിനെ കൊണ്ട് കാലം നിർത്തിച്ചിട്ട് കല്യാണം നടത്തുക ചെയ്ത്. കാലം നിർത്തിച്ചിട്ട് അതിൽ കൃഷ്ണൻ കല്യാണം കഴിഞ്ഞ് അവിടുന്ന് മുങ്ങും ചെയ്തു. അതിൽ രാധ വൃന്ദാവനത്തിൽ അന്വേഷിച്ച് നടക്കുകയാണ്. ആരെ? കണ്ണനെ. വൃന്ദാവനത്തിലേ സഖിമാരേ നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടു. ഓ വൃന്ദാവനത്തിലെ സഖിമാരേ നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടു. ഭക്തിക്ക് 2 ഭാഗ. വിരഹഭക്തിയാണ്. ശ്രീകൃഷ്ണൻ്റെ അന്തരാത്മാവാണ് രാധ. അപ്പം നമ്മൾ ഇനി ലാസ്റ്റിലൊരു ശ്ലോകം കൂടി ചൊല്ലി ഇത്രയും കാര്യം മനസ്സിലാക്കുക. കർമ്മത്തിലൂടെ മാത്രമേ എവിടെ എത്താൻ പറ്റൂ? ജ്ഞാനത്തിലെത്താൻ പറ്റൂ. അപ്പോൾ ഫലം ഇച്ഛിക്കാണ്ട് നമ്മൾ യജ്ഞം നടത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ 2 ശ്ലോകം കൂടി ചൊല്ലി നമുക്ക് നിർത്താം. ലാസ്റ്റ് ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനസ്തു പരാ ബുദ്ധിര്യോ ബുദ്ധേ പരതസ്തു സ. ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ ശരീരത്തിൽ ഉത്കൃഷ്ടങ്ങളാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ മീതിയാണെന്ത്? മനസ്സ് കിടക്കുന്നത്. ഈ മനസ്സിൻ്റെ മീതിയാണ് ബുദ്ധിരോ ബുദ്ധിയെ പരസ്തു. ആ ബുദ്ധിയുടെയും മനസ്സിൻ്റെക്കാളും മീതിയാണ് ബുദ്ധി.
ഈ സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. ആ ബുദ്ധിയുടെ മീതിയാണ് ആര്? ആത്മാവ്. അപ്പോൾ കർമ്മം ജീവിതം, കർമ്മത്തിലൂടെ മാത്രം, കർമ്മത്തിൻ്റെ പാതയിലൂടെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് എവിടെ പറ്റൂ? ആ ജ്ഞാനമാകുന്ന ആത്മാവിലേക്ക് എത്താൻ സാധിക്കൂ. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണിൻ്റെ ഗുണവും, അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും വിരക്തി നേടി, ആ കാമത്തിൽ നിന്നും വിരക്തി നേടി, എല്ലാം നേരെ മനസ്സിലേക്ക് പോകണു. മനസ്സ് സങ്കല്പ വികല്പമാണ്. ആ മനസ്സ് സങ്കല്പ വികല്പത്തെയും നമ്മൾ മാറ്റിയിട്ട് ബുദ്ധിയിൽ നിന്നുകൊണ്ട് നമ്മൾ തർക്കിക്കണം. ബുദ്ധിയിൽ നിന്നാൽ അവിടുത്തെ എളുപ്പം, ബുദ്ധിയിൽ നിന്ന് എളുപ്പം. അതാണ് അർജുനോട് പറഞ്ഞത്, അർജുന നിന്റെ രജോ ഗുണമൊക്കെ ശരിയാ, നീ ബുദ്ധിയിൽ നിന്നുകൊണ്ട് പോരാ, ഒന്നുകൂടി ഉയരണം എന്നാണ്. അവസാനം ഭഗവാൻ പറയാണ്, അങ്ങനെ ആ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായുള്ളതിനെ അറിഞ്ഞ് ബുദ്ധിയാൽ മനസ്സിനെ സ്ഥിരപ്പെടുത്തുക. മനസ്സിനെ സ്ഥിരപ്പെടുത്താനാ ഞാൻ ആദ്യത്തെ ശ്ലോകം പറഞ്ഞു തന്നെ. അതായത് ബുദ്ധിയും തു സാരഥിയും വിദ്ധി, മനസ്സിനെ കൺട്രോൾ ചെയ്യണത്. ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്ഥഭ്യാത്മനാത്മനാ ജഹി ശത്രും മഹാഭാഗോ കാമരൂപം ദുരാസദം. അതായത് ഈ ലോകസംഗ്രഹത്തിനായിട്ട് ഒരു കർമ്മയോഗി എപ്പോഴും കർമ്മത്തിൽ മുഴുകിയിരിക്കണം എന്നാണ് പറഞ്ഞത്. അതിന് ആദ്യം സൂര്യചന്ദ്രന്മാരെ ഉദാഹരണമായി കൊടുത്തു. അവസാനം ഭഗവാനെ തന്നെ ഉദാഹരണമായിട്ട് ഞാൻ തന്നെയാണ് അതിന് ഉദാഹരണം എന്നാണ്. അതായത് വീരലാളി വീരനായുള്ള അർജുന, ഈ ലോക സംഗ്രഹത്തിനായിക്കൊണ്ട് യുദ്ധം വരുമ്പോൾ യുദ്ധം ചെയ്യണം. അങ്ങനെ ആ ഭഗവാൻ വ്യക്തമാക്കി കൊടുക്കുകയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കർമ്മമൊന്നും ചെയ്യാണ്ട് നമ്മൾ സന്യാസം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പോരാ, കർമ്മത്തിലൂടെ മാത്രമേ, കർമ്മയോഗത്തിലൂടെ മാത്രമേ നമുക്ക് എവിടെ എത്താൻ പറ്റൂ? ആ ഭക്തിയോഗത്തിലെത്തിയിട്ട് അവിടെ നിങ്ങളുടെ ബുദ്ധിയിൽ നിന്നുകൊണ്ട് ചലിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഭഗവാൻ 4 കഴിഞ്ഞിട്ടാണ് ഭക്തിയോഗം. ശരിക്കും 3 സെക്ഷനായിട്ട് തിരിച്ചാൽ മതി. ആദ്യം കർമ്മയോഗം, ഭക്തിയോഗം, മനസ്സിലായി, ജ്ഞാനയോഗം. ആ ജ്ഞാനത്തിലെത്താൻ വേണ്ടിയിട്ട് എന്തായാലും ഉള്ള സമയം കൊണ്ട് എന്തൊക്കെയോ കുറച്ച് ഗുരുവായൂരപ്പൻ പറയിച്ചു. ഈ സത്രത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇവിടെ വരാനൊരു ഭാഗ്യം തന്നെയാണ്. ഞാൻ പറഞ്ഞതു എന്നോട് ആദ്യമേ നാരായണസ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം ചെമ്മനാട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ പറ്റില്ല എന്ന് വിട്ടു പറഞ്ഞു. കാരണം അവിടുത്തെ മേശാന്തി വിളിച്ച് പറഞ്ഞപ്പോൾ, കാരണം അത് ഗുരുവായൂരപ്പൻ തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. ഒഴിവുണ്ടെങ്കിലും പോണില്ലെന്ന് വെച്ച് ഞാൻ, അതാണ് അതിൻ്റെ ശരി. കാരണം അവർ വിളിച്ചു, ഇവിടുത്തെ മേശാന്തിൻ്റെ കൂടെ വരുന്ന ആളായിരുന്നു. വിളിച്ച് ചെയ്യാൻ പറ്റില്ല, വിട്ടു പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ സത്രം, അഖില ഭാരതീയ സത്രത്തിൻ്റെ ആ പ്രൗഢി പ്രസക്തി അത് ലോകത്തിലറിയാം. സത്വഗുണത്തിലേക്ക് എത്തുന്നവർക്കൊക്കെ ഒരു പ്രശ്നമില്ല. സത്വഗുണത്തിൽ പ്രതിഷ്ഠിതമായിക്കൊണ്ട് നടത്തുന്ന ഈ സത്രത്തിൽ എന്നും അതിൻ്റെ പരിപാവനത കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഈ ഉള്ളവന് ഇങ്ങനൊരു അവസരം തന്ന് ഗുരുവായൂരപ്പനും പെരുന്തട്ട ദേവരും കൂടി സത്രസമിതിയോട് പറഞ്ഞ് ഇങ്ങനൊരു അവസരം ലഭിച്ചു. എല്ലാം വാക്കുകളും ഗുരുവായൂരപ്പന് എന്നെ സമർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഗുരുവായൂരപ്പൻ്റെയും പെരുന്തട്ട ദേവരുടെയും അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.